എടാ ഇത് മൈൽസേ അന്നത്തെ സിറ്റുവേഷൻ അല്ലേ? അത് തന്നെയല്ലേ? അത് മതി അത് മതി. പിന്നെ മൈൽസിനോടെ മാങ്ങാ പറിക്കാൻ അവൻ പറഞ്ഞു കേട്ടില്ല. പുന്നാര എന്താ ഓടിക്കുന്നേ? ഇതാരാ? ഇതേത് ഗ്യാങ്ങാ? ഇതേത് ഗ്യാങ്ങാ? വെൽഫെയർ ആണോ? ഹായ് ഗായ്സ്, സുഖാണോ? പിന്നെ ഭയങ്കര സുഖം. ചാനെ സുഖാണോ ബ്രോ? ഇപ്പൊ റേഡിയോയിൽ എന്തോ പറഞ്ഞേ? മറ്റോ വന്നല്ലേ പറഞ്ഞേ? സത്യം പറ ബ്രോ. ഇപ്പൊ ഗോഡാണ് പറഞ്ഞോളൂ. ഗോഡാണ് നീ അങ്ങ് പറഞ്ഞോ? നീയല്ലേ ചിച്ചുകോടെന്ന് വിളിച്ച? അപ്പൊ ഗോഡ് തന്നെ ആണോന്നാണ് ചോദിച്ചത്. നീ എവിടാ? ആണ് ദൈവമാണ്, മനസ്സിലായി. ദൈവമാണെങ്കിൽ പോയല്ലോ. അഡ്മിൻസ് വെക്കടാ നീ പോയി. അഡ്മിൻസ് വെക്കാൻ എന്താണ് ബ്രോ? അഡ്മിൻസ് വെക്കാൻ അറിയത്തില്ലേ ബ്രോ? അത് അറിയത്തില്ലെങ്കിൽ അത് പഠിക്കണം ബ്രോ. അറിയത്തില്ലെങ്കിൽ അത് പഠിക്കുക തന്നെ വേണം കേട്ടാ. അറിയത്തില്ലെങ്കിൽ ബ്രോ, അറിയത്തില്ലെങ്കിൽ അത് പഠിക്കുക തന്നെ വേണം. ആ ചിച്ചു നീ എവിടാ? നീ എവിടാ? നീ എവിടാ? നീ എവിടാ? എം ജി വരാം. എടാ മൈൽസ കയറാ, മൈൽസ കയറ്. ഇല്ല നീ മൈക്ക് ഇത് പുഷ് ടോക്ക് ഓഫ് ചെയ്തിട്ടങ്ങ് പറയണം. പക്ഷെ മൈക്ക് ബഗ്ഗാണെങ്കിൽ ഊമ്പിളിയാ നീ. അത്രേ ഉള്ളു. ഇപ്പൊ നോക്കിയപ്പോ ഞാൻ ട്രയൽ കാണിച്ചു തരാം. എടാ കെവിൻ കൂജിമോൻ പുണ്ടച്ചിമോൻ. ഹലോ കെവിനാ, എല്ലാം കേട്ടോ? അളിയ സുഖല്ലേ? ഇങ്ങനെയാണ് നമ്മുടെ പരിപാടി. ഇങ്ങനെയാണ് നമ്മുടെ പരിപാടി. ഇനി പരിപാടി ഇങ്ങനെയാണ്. ഡിസ്കോഡ് ഇല്ലെന്നോ? ഇങ്ങോട്ടൊന്ന് വരാൻ പറ. എം ജിയിലുണ്ടെന്നും പറഞ്ഞ നമ്മളെ വിളിച്ച് കളിയാക്കുന്ന പിക്കാച്ചു ഗെയിമിംഗ് ബാല സിറ്റി കത്തിക്കല്ലേ? ഇതാരും നമ്മുടെ പിക്കാച്ചു ദൈവമാണോ? അവസാനത്തെ ദിവസമല്ലേ പിക്കാച്ചു എന്തെങ്കിലുമൊക്കെ 40 ദിവസം ബാനുണ്ടെന്ന് പറഞ്ഞത്. ബ്രോയുടെ പേരെന്തോ? ബ്രോയുടെ പേര്? എന്റെ പേര് സാനോ. ചിച്ചു വരുമോ? പറഞ്ഞിട്ടുണ്ട് വരാൻ. ഗ്യാങ് പോയി ഡ്രസ് പറഞ്ഞിട്ട് വരാന്ന് പറഞ്ഞു. പെട്ടെന്ന് വരാൻ പറ ബ്രോ. ഡിക്കിയിൽ നമ്മള് ഒരു സർട്ടിഫിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. സ്വന്തം ഗ്യാങ് വണ്ടിയാണെന്ന് വിചാരിച്ചാൽ കേറിയാ മതി. ഒന്നുകൊണ്ടും പേടിയുണ്ട് ബ്രോ. ഒന്നും കിട്ടാൻ ബ്രോനെ ഹോസ്റ്റേജ് ആക്കുവോ ഉപദ്രവിക്കോ ഒന്നും ചെയ്യത്തില്ല. ബ്രോയ്ക്ക് ധൈര്യമായിട്ട് ഈ വണ്ടിയിൽ കയറാം. ദേ ഈ തക്കുട് വാവാന്ന് എഴുതിയേക്കുന്ന ഈ വണ്ടിയിൽ ഞാൻ ഇപ്പൊ കേറിയില്ലേ, ഇതുപോലെ കേറിയാ മതി. നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്നിട്ട് വിടും. ഒന്നും ചെയ്യത്തില്ല. ബ്രോയ്ക്ക് എന്താണ് ബ്രോ? എന്റെ പൊന്നു ബ്രോ, ഞാനിപ്പൊ കേറിട്ട് ഇറങ്ങിയതേ ഉള്ളൂ ബ്രോ. ഞാൻ ഒരു കാര്യം പറയാം, ബ്രോന് ഒരു തേങ്ങ ഞാൻ ചെയ്യത്തില്ല. 100% അത്രേ ഉള്ളൂ. ഏത് വഴി എടാ വണ്ടി കയറാൻ പറഞ്ഞപ്പോ ഡ്രൈവിംഗ് സീറ്റ് കയറി പോന്നാ? എടാ മൈൽസ് നീ എന്തിനാണ് ഇറങ്ങിയേ? എടാ മണ്ട. എടാ നമ്മുടെ ഗ്യാങ് വണ്ടി എടുത്തടാ ഓജി ആടിയാ. ഇന്ന് ഇത് മതി. അവനൊക്കെ എന്തിനാണ് നമ്മുടെ വണ്ടി എടുത്തേ? സിറ്റുവേഷനായി മണ്ടൻ തന്നെ കേട്ടാ, മണ്ടൻ തന്നെ. അല്ലേ സെറ്റ് ഇത് മതി. മൈൽസ് അങ്ങ് പൊക്കൂടായിരുന്നോ? എടാ ഞാൻ സത്യം പറഞ്ഞാലേ അവൻ എടുത്തോണ്ടോ ഞാൻ വിചാരിക്കുന്നില്ല. വണ്ടി ഞാൻ അടുത്ത് ഇറങ്ങിയത്. അപ്പൊ ഇന്നത്തേക്കുള്ളതല്ലോ. ഇനിയിപ്പോ സിറ്റുവേഷൻ ആയില്ലെന്ന് പറയണ്ട. സാധനം സെറ്റ് അത്രേ ഉള്ളു. എടാ നേരത്തെ ചിച്ചുവിന്റെ നമ്പർ തന്നേടാ. ചിച്ചുവിന്റെ നമ്പർ തന്നേ, ഞാൻ വിളിക്കാം. വളരെ മാന്യമായിട്ടും നമ്പർ ഇട്ട് ഞാൻ വിളിക്കാം. 53 നമ്പർ എന്ന് പറഞ്ഞാ 53 എടാ പോടാ വാർച്ചാറ്റ് നോക്ക്. 53 വാർച്ചാറ്റ് ഫോണല്ല. 53 57 03 ഇങ്ങനൊരു നമ്പർ ഇല്ല.
ഒന്നുകൂടെ പറഞ്ഞ 53 59 53 59 27 03. 53 59 27 03. ആ. ഞാൻ ഇനി വല്ല എയറോപ്ലെയിൻ മോഡ് വിട്ടിട്ടാ ഞാൻ ഫോൺ വിളിക്കുന്നത്. മണ്ടെന്നൊക്കെ പറയാനല്ലാതെ എന്തൊരു പറയാണ്ട അതിനൊക്കെ. ഇനി കണ്ണീരൊന്നും വേണ്ട. ഒന്നുകൂടെ പറഞ്ഞ നീ 59 53 59 27 03. വാ പുറത്തോട്ടോ. നിങ്ങളൊരു വണ്ടി ഇടാ, ഞാൻ ഈ വണ്ടിയില് ഹലോ ഓജി ആണോ ബ്രോ? സ്പീക്കർ ഇടാ. ബ്രോ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാള് OG മെമ്പർ നമ്മുടെ TV വണ്ടിയായിട്ട് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. എന്താവശ്യം? വണ്ടിയോ? അതെ, ടിവിയുടെ ഗ്യാങ് വണ്ടി എടുത്തോണ്ട് പോയിട്ടുണ്ട്. അതിസാഹസ്യമായി മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അതും സേഫ് സോൺ. ചില്ലറ കഴപ്പാണോ ബ്രോ അത്? ചോദിച്ചിട്ട് ഇപ്പൊ തന്നെ പറ. ഏത് വൈബ്? തേടിയ വള്ളി കുണ്ടിയിൽ ചുറ്റി. അങ്ങനെ വേണം പറയാനത്. DRV ചുമ്മാ ഓൾറെഡി ഒരു സിറ്റുവേഷൻ ട്രിഗർ ആയിരിക്കുവോ? എടാ വന്നടാ, ഇതിപ്പോ ലാസ്റ്റ് ഡേ എന്ന് പറഞ്ഞിട്ട് ഇത് കലാശക്കൊട്ടാവൂല്ലേ ഇത്? ഹലോ ബ്രോ, നിങ്ങൾ അവിടെ വണ്ടി കയറാൻ വല്ലതും പറഞ്ഞായിരുന്നോ? ബ്രോ വണ്ടി കയറാനാണ് പറഞ്ഞത്, അല്ലാതെ ഡ്രൈവിംഗ് സീറ്റിൽ കയറി വണ്ടി എടുത്തോണ്ട് പോകാനല്ല പറഞ്ഞത്. വളരെ മാന്യമായിട്ടാണ് ബ്രോ ആ പുള്ളിയോട് പറഞ്ഞത് വണ്ടി കയറുന്ന. വണ്ടി കയറി നമ്മളൊന്നും ചെയ്യത്തില്ല, ഒരു കാര്യം സംസാരിക്കണമെന്ന് പറഞ്ഞു. സേഫ് സോൺ ആയോണ്ട് അവിടെ മൊത്തം ആള്. അപ്പൊ പിന്നെ വണ്ടി കൊണ്ട് തിരിച്ചു തന്നാ പോരല്ലോ ബ്രോ. നമ്മുടെ ഗ്യാങ് വണ്ടി ചുമ്മാ എടുത്തോണ്ട് പോകുന്നത് എന്തിനാണ് ബ്രോ? അവൻ വന്ന് സോറി പറയട്ടെ. അല്ല വണ്ടി കയറെന്ന് പറഞ്ഞോളല്ലോ, അവൻ കേറിയില്ലല്ലോ. കേറിയോ? പിന്നെ അവൻ വണ്ടി കയറാണ്ട് ബ്രോ അപ്പൊ ഡ്രൈവിംഗ് സീറ്റ് എടുത്ത് വണ്ടി എടുത്തോണ്ട് പോകാനല്ലോ പറഞ്ഞേ, ബാക്ക് സീറ്റിൽ കയറാനല്ലേ പറഞ്ഞേ? അവനോട് ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിൽ കൊണ്ട് തരാൻ പറ വണ്ടി. ഓക്കെ ബ്രോ. എന്തോടാ ഗ്യാങ് ഹൗസ് OG ഹോസ്റ്റേജ് കിട്ടി. ഇനി കണ്ണീരൊന്നും വേണ്ട. நீங்க என்ன எழுதிருக்கீங்க? மலையாளத்துல நீங்க வாங்க. തലവെട്ടതോലോകം സോ ഓൺലി ദാറ്റ് കോഡാലി ആക്കോ. അതിനെ കോഡാലി റെഡി വന്നിട്ട് വാർ സംസാരിച്ചോണ്ടിരിക്കാണ്. അടങ്ങ്. നീ എവിടെന്നാണ് വണ്ടി എടുത്തോണ്ട് വന്നേ? നീ എങ്ങനെ വണ്ടി എടുത്തോണ്ട് വന്നേ? അമ്മര് നിന്നെ ഹോസ്റ്റ് എടുക്കാൻ നോക്കിയാ? മനം പൊള്ളും നോവും വേണ്ട അരികത്തായി ചുറ്റിയല്ലോ ചുറ്റി വള്ളി എന്തിനാ അവന്റെ ബ്രോ ഗ്യാങ് ഹൗസിലാണ് നിക്കുന്നത്. മൂഞ്ചിത്തരം കാണിക്കല്ലേ. ഇങ്ങോട്ട് വരാൻ പറ. വണ്ടിയുടെ കൂടെ നിക്കൂലടാ, വണ്ടി കസ്റ്റം വണ്ടിയല്ലേ. എടാ ഇവൻ ഈ വണ്ടി എടുത്തോണ്ട് പോയ ഇവനെ 20 ദിവസമായിരിക്കും പുറത്ത്. കോപ്പിറൈറ്റ്, സോറി ഗൈസ്, അറിയാലോ എന്റെ പാട്ട് ഇച്ചിരി വിഷയമാണ്. എടാ വെയിറ്റ് ആക്ക്. ബ്രോയുടെ പേരെന്തുവാ? ബ്രോയുടെ പേര്
ആ ഇതിനകത്ത് ബ്രോയാണോ എന്റെ ഗ്യാങ് വണ്ടി എടുത്തോണ്ട് പോയത്? ബ്രോ ചിച്ചുവിന്റെ അടുത്ത് അല്ലല്ല ചിച്ചുവിന്റെ അടുത്ത് ആ വണ്ടിയും കൊണ്ട് ഇങ്ങ് വരാൻ പറഞ്ഞു. ആ ഗ്യാങ് വണ്ടി കൊണ്ടുപോയതിന്റെ അടുത്ത് വരാൻ പറഞ്ഞു. ഇനി കണ്ണീരൊന്നും വേണ്ട, മനം കൊല്ലും നോവും വേണ്ട, ആ അരികത്തായി എന്ന് ബ്രോ പാട് ബ്രോ. നമ്മൾ ഇത്രയും ചില്ലായിട്ടിരിക്കല്ലേ? എന്താണ്? ഓ മലയാളിയല്ല ബ്രോ. എടാ വണ്ടി ലോക്ക് ചെയ്ത പുലി 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 പുല്ലേ പുലി 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 പുല്ലേ പുല്ലേ പുലി പുലി പുലി. ബ്രോ ബ്രോ ആരും സംസാരിക്കണ്ട ബ്രോ, റേഡിയോ കോളൊന്നും കൊടുക്കണ്ട. നമ്മുടെ മുന്നേ നിന്ന് കൊടുത്താൽ മതി. എന്താന്ന് വെച്ചാ നീ ചോദിച്ചോ, അവൻ വരുന്നുണ്ടേ. ഹെലിയല്ലേ കാണുന്നത്? രണ്ട് ഹെലിയോ? ഹലോ ഹലോ, നമ്മള് ഗ്യാങ് ഹൗസിൽ പുറത്തുണ്ട്. നമ്മളെന്ന് പറയുമ്പോ ആരൊക്കെ? ഞങ്ങളെല്ലാരും ഉണ്ട്. എല്ലാരും ഒന്നും വേണ്ട ബ്രോ, ചിച്ചു മാത്രം വന്നാ മതി. ചിച്ചു മാത്രം മതി. ചിച്ചുവും വണ്ടിയായിട്ട് അകത്തോട്ട് വന്നോ ബ്രോ. ഓക്കെ ഓക്കെ. എടാ അവൻ വരുന്നുണ്ട്, ഇവന്മാരുടെ അടുത്തോട്ട് വണ്ടി കൊണ്ടുവരല്ലേ, ഇവിടം വരെ വരാവുള്ളൂ. ഹലോ 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 ബ്രോ ബാക്കി രണ്ടുപേരുടെ വിട്ട് തരണം, ജിച്ചുവിനെ കയറ്റി വിടാൻ പറഞ്ഞു. ആ ഓക്കെ, അത് തരാം ബ്രോ. ഫ്രണ്ടിൽ നിന്ന് എടാ ഫ്രണ്ടിലോട്ട് വന്നടാ, ഇവന്മാർ രണ്ടുപേരും വിട്ടുവിടറാ. എടാ ഇവന്മാർ രണ്ടുപേരും വിട്ടുവിട്, ചിച്ചുവിനെ മാത്രം മതി. വാ 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 വാ. എടാ ഈ ഗണ്ണിന്റെ ഇതൊന്ന് പൊട്ടിച്ചേക്കണേ, ടയറും പൊട്ടിച്ചേക്കേ. ടയർ ഓടിക്കില്ലേ രണ്ട് മറ്റേ സൈഡില്. ഇപ്പൊ 4 വണ്ടി പുറത്തുണ്ടേ, ഇനി 4 വണ്ടി എടുത്തില്ലേ? 5 വണ്ടിയാണ് മാക്സിമം. വണ്ടിയിലാടാ വണ്ടി കേറല്ലേ കേറല്ലേ, ബാക്കി 2 ദിവസം തന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്റെ അടുത്ത് അമ്പത്തൂര് മാത്രം അടിച്ചിട്ടല്ല. പോടാം. ബ്രോ ഒരു മിനിറ്റ് ഇതിനകത്ത് ആരാ ബ്രോ? ചിച്ചു ആരെ? ചിച്ചു ആണോ? ചിച്ചു ആ ടിവിയുടെ ഗ്യാങ് വണ്ടി ഇല്ലടാ, അതൊന്ന് പോയി റിപ്പയർ ചെയ്തിട്ട് കൊണ്ടുപോടാ. ഗ്ലാസ് ഒക്കെ തല്ലി പൊളിച്ചല്ലോ. അപ്പൊ നിന്റെ ഹോസ്റ്റേജ് നീ തല്ലി പൊളിച്ചല്ലോ ഗ്ലാസ്. പോയി എടുത്തോണ്ട് വേണാ പഠിക്കാതെ. നിന്റെ ഹോസ്റ്റേജ് അല്ലേ ഇവിടെ ഇരിക്കുന്നത്, കണ്ടുപോയി എനിക്ക്. പോയി എടുത്തോണ്ട് വേണാ ചിച്ചുവേ. ഹെലിയല്ലേ കാണുന്നത്? രണ്ട് ഹെലിയോ? ഹലോ ഹലോ, നമ്മള് ഗ്യാങ് ഹൗസിൽ പുറത്തുണ്ട്. നമ്മളെന്ന് പറയുമ്പോ ആരൊക്കെ? ഞങ്ങളെല്ലാരും ഉണ്ട്. എല്ലാരും ഒന്നും വേണ്ട ബ്രോ, ചിച്ചു മാത്രം വന്നാ മതി. ചിച്ചു മാത്രം മതി. ചിച്ചുവും വണ്ടിയായിട്ട് അകത്തോട്ട്. വെയിറ്റ് ആക്കി വണ്ടി ആദ്യം നോക്കട്ടെ, എന്നിട്ട് ശോകമാണെങ്കിൽ റിപ്പയർ ചെയ്തിട്ട് വരാൻ പറ. അവൻ ഹോസ്റ്റേജ് ആണ്, അവൻ കണ്ണെടുത്ത് അടിക്കാനൊന്നും പറ്റത്തില്ല. ആ ചെല്ല് സിറ്റി മൊത്തം ഉണ്ടല്ലോ അവിടെ. ആഹാ
വണ്ടിയൊക്കെ തല്ലി പൊളിക്കാനുള്ള അല്ല, അവ അടിച്ചിട്ട്, അവ അടിച്ചിട്ട്. അതാരാ ആ അടിക്കട്ടെ അടിക്കട്ടെ രണ്ട് പോലെ ഞാൻ കേട്ടോ. ഹലോ ബ്രോ. ഓ സൂപ്പർ 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 ബ്രോ, ആ വണ്ടി ഒന്ന് ബ്രോ. ഒരു മിനിറ്റ് ഇതിനകത്ത് ആരാ ബ്രോ? ചിച്ചു ആരാ? ചിച്ചു ആണോ? ചിച്ചു ആ ടിവിയുടെ ഗ്യാങ് വണ്ടി ഇല്ലടാ, അതൊന്ന് പോയി റിപ്പയർ ചെയ്തിട്ട് കൊണ്ടുപോടാ. നീ ഗ്ലാസ് ഒക്കെ തല്ലി പൊളിച്ചല്ലേ? അപ്പൊ നിന്റെ ഹോസ്റ്റേജ് നീയല്ലേ തല്ലി പൊളിച്ചോ ഗ്ലാസ്? പോയി എടുത്തോണ്ട് വേടാ കൊണക്കാതെ. നിന്റെ ഹോസ്റ്റേജ് അല്ലേ ഇവിടെ ഇരിക്കുന്നത്? കണ്ടുപോടാ എനിക്ക്. പോയി എടുത്തോണ്ട് വേടാ ചിച്ചുവേ. ഗ്ലാസ് അടിച്ച് തോക്കിരിക്കണോ? പോയി എടുത്തോണ്ട് വേടാ നിന്റെ വണ്ടിയൊക്കെ. ആ ഡേ ഫിയറില്ലടാ പയ്യന്. ഹോസ്റ്റേജ് കയ്യിലുണ്ടായിട്ട് അവന് വയ്യെന്ന്. എടുത്തോണ്ട് വേടാ ചിച്ചുവേ. ആ വണ്ടി റിപ്പയർ ആയിട്ട് നീക്കെ വന്നാൽ എന്നാലേ നിന്റെ ഹോസ്റ്റേജിനൊക്കെ തരുന്നുള്ളൂ. അവന്റെ ഒക്കെ കൊണാടി. വണ്ടി റിപ്പയർ ഉണ്ടോ? വാ വാ വാ. വലിയ താളമായിരുന്നേ. ചമ്മി അങ്ങ് പോയി. എടാ അത് റിപ്പയർ ചെയ്യാൻ പോയതാടാ. റിപ്പയർ ചെയ്യാൻ പോയതാ. 50 രൂപ ബ്രോ. നിങ്ങൾ ആരും വരണ്ട, അവൻ മാത്രം വന്നാ മതി. ആരെങ്കിലും ഒരാൾ നിക്ക്. ഇതെന്തിനാ ഇത് ജാഥ മൊത്തം കൂടെ? ഒരു സീനും ഇല്ല. നമുക്ക് ആ ചിച്ചുകൂടെ മാത്രമേ. നിങ്ങളുടെ അടുത്ത് ആരുടെ ഒരു സീനും ഇല്ല. എല്ലാരും എവിടാടാ? എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാൻ തിരക്കുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യുക. റോഡ് ടു 1K ആണ്. സബ് ചെയ്യാൻ തിരക്കുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അത് റിപ്പയർ ചെയ്തൊന്നും കൊടുക്കാൻ പറ്റില്ല. ഇരിക്കാൻ പറ്റാത്ത എന്താണ്? ആ വണ്ടി ഫയൽസിനെ ഡിലീറ്റ് ചെയ്ത്, അതുകൊണ്ട് കരച്ചില്ല. തുപ്പിവിട്ട് ബാക്കി അമ്മമാരെ കൂടെ കരച്ചിൽ കണ്ടിട്ട് തരാം. ഗ്യാങ് വണ്ടി തരണ്ട. ഗ്യാങ് വണ്ടി നിങ്ങൾ എടുത്തോ. സൈഡാണ് കഴിഞ്ഞാട് ഇറങ്ങിക്കോ. ചിച്ചു ഇറങ്ങടാ. ചിച്ചു ഇറങ്ങ. വലിയ ഐക്യം കാണിക്കല്ലേ. അകത്തോട്ട് ഇറക്കിയോ. കൂടെ എടുത്തോടാ. രണ്ടുപേരില്ലേ? രണ്ടുപേരെ കൊടുത്തിട്ട് രണ്ടുപേരെ ബ്രോ ആയിരുന്നോ? അല്ല ബ്രോയോട് മാന്യമായിട്ടല്ലേ സംസാരിച്ച് നമ്മളവിടെ വണ്ടി കയറാൻ. വണ്ടി എടുത്തോണ്ട് പോകേണ്ട ആവശ്യം എന്തോ? നമ്മള് ഡ്രൈവർ സീറ്റിൽ കയറാ. ഓക്കെ വണ്ടി എടുക്കാനല്ല അല്ല വേണ്ട. ഓക്കെ ആ ആയിക്കോട്ടെ ബ്രോ. നമ്മള് വണ്ടി കയറാൻ പറഞ്ഞു. വണ്ടി എടുത്ത് ഓടിക്കാൻ നമ്മൾ പറഞ്ഞോ? വണ്ടി എടുത്ത് ഓടിക്കാൻ എന്നോട് കേറാൻ പറഞ്ഞടാ. ഓ നമ്മള് കേറാൻ പറഞ്ഞു. നീ കേറി. നമ്മള് പറഞ്ഞു നിന്നോട് ഓടിക്കാൻ. അപ്പൊ നിന്റെ ചിച്ചുവിനെ ഇപ്പൊ ഗ്യാങ് ഹൗസ് ഇട്ട് ഓട്ടിക്കുന്ന കാണിച്ചു തരാം കേട്ടാ. എന്താ നിന്നോടെന്തിനാടാ പറയുന്നത്? നിന്റെ ഹോസ്റ്റലല്ല അകത്തിരിക്കുന്നത്. നിന്റെ പേര് പറയടാ. നിന്റെ പേരെന്തോടാ? നീ ആര്? നിന്റെ പേര് സൈഡൻ. അത് അറിഞ്ഞാ മതി. ഇപ്പൊ എന്റെ പേര് നീ അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നും ഇല്ല കേട്ടാ. നീ ഇപ്പൊ അറിയണ്ട. നീ ഇങ്ങോട്ട് ചോദ്യമൊന്നും വേണ്ട കേട്ടോ മോനെ. ഹോസ്റ്റേജ്. അയ്യോ കെൽപ്പ് കൊറേ കണ്ടതാണല്ലോ. നിന്റെ കെൽപ്പ് കൊറേ കണ്ടതാണല്ലോ.
പോടാ പോടാ ഡാടാ ഹോസ്റ്റേജ് ആണ് അകത്തിരിക്കുന്നത്. ആ അല്ലെ 2 ഹോസ്റ്റേജ് ഉണ്ട്. ഇവനെ കൂടെ എടുത്താലോ സൈഡാണേ കൂടെ. അവനൊന്ന് കഴുകി വിടണമല്ലോ സൈഡൻ. എടാ ഇവ സൈഡെണ്ണയും കൂടെ എടുത്തോടാ. 2 പേരില്ലേ, 2 പേരെ കൊടുത്തിട്ട് 2 പേരെ എടുക്ക് ബ്രോ. 2 പേരുണ്ട്, 2 ഹോസ്റ്റേജ് ഉണ്ട്. 2 പേരെ വേണേ. ആ 2 പേരെ വേണം. എന്ത് പറ്റത്തില്ലേ? അങ്ങനാണെങ്കിൽ ഓക്കെ ബ്രോ. ഒരാളെ തരാം. എന്നാ ഗ്യാങ് വണ്ടി തരണ്ട. ഗ്യാങ് വണ്ടി നിങ്ങൾ എടുത്തോ. സൈഡെണ്ണ ഇങ്ങോട്ട് ഇറങ്ങിക്കോ. ചിച്ചു ഇറങ്ങടാ. ഇറങ്ങ. വലിയ ഐക്യം കാണിക്കല്ലേ. അകത്തോട്ട് എറിക്കോ. എടാ അവനെ ഞാൻ ഉണ്ടോടാ. പറമ്പ് ഇനി എന്താ പറമ്പ് കിട്ടാ. കേറി ആ വാ ചിച്ചു ഇറങ്ങ. ചിച്ചു അകത്തോട്ട് എറിക്കോ. ചിച്ചു നിന്നെ അകത്തോട്ട്. ഹോസ്റ്റേജ് ഒക്കെ നീ അവൻ പറയുന്നതായിട്ടാണ്. കേറി പോടാ ഹോസ്റ്റേജ്. അകത്തോട്ട് കേറി പോടാ ഹോസ്റ്റേജ്. ആ ബ്രോ വിട്ടോ. പൊക്കോ. ബ്രോ പൊക്കോ. ബ്രോ പോകുന്നില്ലേ? ഇവിടെ സംസാരിച്ചിരിക്കണോ? ഓക്കെ പൊക്കോ. ബൈ. ചിച്ചു ബ്രോ എന്താ വലിയ കോണയാണ്. നമ്മള് ചുമ്മാ സംസാരിക്കാൻ വിളിച്ചല്ലേ ബ്രോ. ചിച്ചു നീ ഇങ്ങനെ ട്രിഗർ ആവല്ലേ. നമ്മള് ചുമ്മാ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരിക്കാൻ വേണ്ടി വിളിച്ചതാണ്. നീ എന്ത് ഇങ്ങനെ? നമ്മള് നിന്നെ പോലെ ഇങ്ങനെ കാണുമ്പോ അണ്ണാന്ന് വിളിച്ചിട്ട് പുറകെ പോയിട്ട് ഒന്നും വിളിക്കത്തില്ല. കരയുന്നുണ്ട് ഇങ്ങനെ ഇരുന്ന്. കരയാൻ ടൈമുണ്ട്. ടൈമുണ്ട് ബ്രോ. ആരും കരയുന്നില്ല ബ്രോ. അല്ലേ കരയുന്നേ? ബ്രോ ഇത്രയും കരയുന്നേ എന്താണ് ബ്രോ? നിങ്ങളല്ലേ എടാ വണ്ടി എടുത്തോണ്ടോ. ഒരു വണ്ടി എടുത്തോണ്ടോ ടീയുടെ. ബ്രോ എടാ എന്റെ എടാ വെയിറ്റ് ആക്ക്. എടാ എല്ലാരോടും ഇങ്ങനെ ചിലക്കാടാ. വെയിറ്റ് ആക്ക് ബ്രോ. ചിച്ചു എന്താണ് ചിച്ചു മാങ്ങ പറിക്കണോന്ന് എന്തൊക്കെയാ പറയുന്ന കേട്ടായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം. അത് നമ്മളാണ് ചോദിക്കേണ്ടത്. ഏത് മാങ്ങയാണെന്നാ തിന്നവന്റെ മനസ്സിലായില്ല. നീ പറഞ്ഞ കാര്യമാടാ. നീ ഓർത്തെടു. അല്ല നീ മൈൽസിനോടൊന്നും പറഞ്ഞില്ലേ? ഇത് മൈൽസ് ആയിരുന്നു. അതെ എന്റെ എടുത്തിട്ട് വരാം. ചാറ്റ് കിടന്ന് വെള്ളം വെക്കല്ലേ. ഹോസ്റ്റേജ് ഇവിടെ ഇരിക്കുവല്ലേ. ആ വണ്ടി എടുത്തോണ്ട് പോയാ ഒന്നുകൂടെ ചോദിക്കാം. ആഹാ അളിയ ഗ്യാങ് വണ്ടിയൊക്കെ എടുത്തോണ്ട് പോയടോ അമ്മമാര്. ഹലോ റേഡിയോ. അമ്മമാര് ഗ്യാങ് വണ്ടി എടുത്തോണ്ട് ചിച്ചുവിനെ വിളിച്ചിട്ടെ അമ്മ ഗ്യാങ് വണ്ടി ഒന്നുകൂടെ കൊണ്ടുതരാൻ പറ. സേവ് ചെയ്താ. ഓക്കെ ഇത് മൈൽസ് ആയിരുന്നു. വലിഞ്ഞേറി വരുന്നോണ്ട് എനിക്ക് അറിയത്തില്ല. എടുത്തോ കഴിവുള്ളവരെ കാണുമ്പോ സെൽഫി എടുക്കാൻ തോന്നും ബ്രോ. ബ്രോയ്ക്ക് ബ്രോഡ് ഉള്ളവർക്ക് സെൽഫി എടുക്കാൻ തോന്നും. ബ്രോയ്ക്ക് തോന്നത്തില്ല. ബ്രോഡ് ഉള്ളവർക്ക് തോന്നത്തില്ല. ബ്രോ
ബ്രോ അത് അമ്പത്തൂര് അവനെ ബ്രോ അത്രയൊന്നും അമ്പിയില്ലല്ലോ ബ്രോ. ബ്രോ കുറച്ച് ചിച്ചു കളിക്കല്ലേ നീ സ്ലോട്ട് തരും 54 നിക്കേ ഫ്ലോട്ടാ ബാക്കിയൊക്കെ എന്നെയും കൂട്ടോ സ്ലോട്ട് നിങ്ങളൊന്ന് നിർത്തടേ ഇങ്ങ് സ്പാമിങ്. ആ 54 സേവ് ചെയ്ത്. എടാ നമ്മളൊന്ന് ഗൈസ് എല്ലാരും ഒന്ന് ചില്ലാവ്. ഒന്നാമത് എടാ 54 ഒന്നാമത് ഇതൊരു തീട്ട കേസാടാ. നമ്മൾ ഇത്ര ട്രിഗർ ആവേണ്ട ആവശ്യമില്ല. വാസണ്ണ ഇവിടെ ഒരു പയ്യൻ ഇപ്പൊ ഉണ്ട്. ഒന്നാമത് ഇതിലേത് നിക്ക് നോക്കിയേ എന്തോ ചെയ്യാനാ, നിക്കിനെ പോലെ 4 പേരായി ഇപ്പൊ. നിനക്ക് നീ ഭയങ്കര തെറിവിളിയൊക്കെയാണെന്ന് അറിഞ്ഞത്. നിന്നെ വെട്ടിയാ നീ തെറിവിളിക്കുമെന്ന്. ഇവനൊന്നും അറിയത്തില്ല കേട്ടാ. എടാ ഒരു മിനിറ്റ് ഒന്ന് ഹീലടിച്ചോ. എടാ ഒന്ന് ഹീലടിച്ചോടാ. ഹീലടി തരാം ഐഡി പറ. അതൊക്കെ നിനക്ക് ദാരിദ്ര്യമാണെന്ന് അറിയാം. നിങ്ങളുടെ ഗ്യാങ്ങിൽ ഒന്നല്ല രണ്ടെണ്ണം വെച്ചു. 185. ഓക്കെ ദാരിദ്ര്യമുള്ള കൂട്ടത്തിൽ കണ്ടാ പറയുന്നുണ്ടോ? നിന്റെ സംസാരിക്കണമെങ്കിൽ പറയാൻ കേട്ടാ. ഹോസ്റ്റേജ് അല്ലടാ നീ. നിന്റെ കോളേജൊക്കെ നിന്റെ ഉപജിക്കാത്തത് ടിവിയുടെ ഗ്യാങ്സിന് മുമ്പ് നിനക്ക് ഫിയർ അല്ലേ? ഇവന് നിനക്ക് അറിയത്തില്ലടാ ഒന്നും. നിന്റെ ബാക്കിൽ ഇവനെ തൂക്കിയെടുത്ത് കക്കുച്ചി കൊണ്ട് കഴിക്കും. അണ്ണാ കക്കൂസ് വേണോ അണ്ണാ? അതിന്റെ പ്രത്യേകതയാണ്. നീ ഹോസ്റ്റേജ് ആണോ? നിനക്ക് വാ തുറക്കണമെങ്കിൽ പറയാം. എടാ ഇത് ഏതാടാ? LKG ആടാ ഇവൻ. മിണ്ടായിരിക്കാൻ പറഞ്ഞാൽ മിണ്ടായിരിക്കും കേട്ടല്ല. പറഞ്ഞേക്കാം ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. അമ്പത്തൂരെ കേറാ. നിന്റെ ചീത്തവിളി നിന്റെ ചീത്ത വിളിക്കാൻ നിന്നെ ഞങ്ങൾക്ക് ചീത്ത വിളിക്കാൻ അറിയാവുന്ന ഞങ്ങളൊന്നും കാണിച്ചു തരാം നിനക്ക്. നീ പറ്റൂല. കുഴപ്പമില്ല. പറ്റത്തില്ല. വേണ്ട കുഴപ്പമില്ല. പറ്റത്തില്ല. കുഴപ്പമില്ല. സഹിച്ച് പഠിപ്പിക്കണ്ട. കരയുന്നത് അറിയാതിരിക്കാൻ വേണ്ടി കൊണക്കുന്ന പറയും. ഇവിടെ എന്തൊക്കെ FRP പല ഗ്യാങ് കാണിക്കുന്നു. പിന്നെ കക്കൂസ് കഴിയാൻ എന്ത് വണ്ടി തരാൻ കാണണമല്ലോ. ഇവന്റെ ബാക്കിൽ എന്ത് കേറുന്നുണ്ടോ? പഠിപ്പിക്കണ്ട. കരയുന്നത് അറിയാതിരിക്കാൻ വേണ്ടി കൊണക്കുന്ന ഞാൻ ഒരു കാര്യം പറയട്ടെ. എടാ ഒന്ന് വെട്ടിയപ്പോ അവൻ ഇത്ര ഫ്രസ്ട്രേറ്റഡ് ആയെങ്കിൽ കക്കൂസ് കഴിയുമ്പോ അവന്റെ അവസ്ഥ എന്തായിരിക്കും? പരുന്തും കുരുന്തും ഒക്കെ തൂർന്ന കക്കൂസ് കഴിയുന്നതാണ് എനിക്ക് വിഷമം. നിങ്ങളല്ലേ കഴിയുന്നല്ലോ എന്നും ഹോസ്റ്റേജ് ഇങ്ങനെയൊക്കെ പറയൂടാ. ഇവ ആരാണ്? മനസ്സിലായില്ലടാ. സിറ്റി കയറുന്നത് നിനക്ക് ബേസിക് നിയമമെങ്കിലും അറിയാവോ? നീക്ക് എന്ത് കൊണക്കാനാ കയറുന്നേ? ഏടാ എന്ത് കൊണക്കാനാ നീ കയറുന്നേ? ബാക്കിയുള്ളവർ തന്തയ്ക്ക് തിളക്കി വിളിക്കാനാ? അതാണ് നീ കയറുന്നത്. ഏടാ അതിനാണ് കയറുന്നേ. പഠിപ്പിച്ച നീ നിന്റെ വെല്ലവനും കൊണ്ട് പഠിപ്പിച്ചോടാ. നീ നിന്റെ ഓജിയിലെ കുണ്ണാൾ കൊണ്ട് പഠിപ്പിച്ചോടാ. ഓജിയിലെ കുണ്ണാൾ കൊണ്ട് പഠിപ്പിച്ചോടാ. പുണ്ണച്ചി സെർവറിൽ കളിക്കാൻ ഞാൻ ഇല്ലടാ മയിര്. ഒരു കുണ്ണ ഒരു നിയമം പാലിക്കത്തില്ല. കുണ്ണ നമുക്ക് മാത്രം ബാന്. അണ്ടി പിടിച്ച സെർവർ ഞാൻ ഇല്ല മയിര്. ഇറങ്ങി പോ. ഊറ്റിലെ കളി ഒരുത്തന്. ഞാൻ ഒരു കാര്യം സിമ്പിൾ ആയിട്ട് പറയാം. ഇവിടുത്തെ ഒരുത്തനും ഒരു നിയമം അനുസരിക്കാൻ പറ്റത്തില്ല. ഒരുത്തനും TV മാത്രം മൊത്തം നിയമം അനുസരിച്ച് കളിക്കണം.
നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴേ തിരിച്ച് ബാൻ. ഇന്നലെ ഈ പുണ്ടച്ചി സെർവറിൽ കിടന്ന് എന്ത് വിളിയാ വിളിച്ചതെന്നറിയാം? ഇന്നലെ നമ്മളെ തള്ളക്കും തന്തയ്ക്കും മറ്റേ അടുത്ത് എല്ലായിടത്തും വിളിച്ച്. ഈ കുണ്ണയ്ക്കൊന്നും ഒരു ബാനും ഇല്ല. അന്നേരം പറയാം ഫ്ലോ ആർപ്പിന്ന്. സെർവറിൽ കളിക്കാൻ ഞാനില്ല. ഒരു നിയമം പാലിക്കത്തില്ല. നമുക്ക് മാത്രം ബാന്. അണ്ടി പിടിച്ച സെർവർ ഞാനില്ല. ചിച്ചുകൂടെ ഊമ്പില്ലടാ കൂതിമോനെ കാട്ടുപുണ്ടച്ചി. അവന്റെ അച്ഛന്റെ പററി ഊമ്പാ നിൽക്കുന്നു തായോളി പൂറിമോൻ. ഇവന്റെ സത്യം പറയല, ഇവന്റെ വൈബ്രേറ്റർ എന്തോ ഉണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് കേറുന്ന ശബ്ദം ഉണ്ടായിരുന്നു. സത്യം പറയല, അവസാനം പോയോ? അളിയ ഞാനൊരു കാര്യം പറയാം, ഈ സിറ്റുവേഷൻ കണ്ടിന്യൂ ഒന്നും ചെയ്യണ്ട. അവന്റെ അച്ഛന്റെ ഇതൊന്നും അല്ല, തോന്നിയ പോലെ അവന്റെ സിറ്റുവേഷൻ മുമ്പ് ഇട്ട് ഈ സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യാൻ. ഇത് പോടാ മൈരെ, എന്റെ അച്ഛന്റെ വകയൊന്നും അല്ലല്ലോ ഇവിടെ കിടന്ന് മുമ്പെന്ന്. കറക്റ്റ് വൈബ്രേറ്റർ ആയിട്ടുണ്ട്. നീ MRP സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അവിടെ ഇരുന്നോ? എടാ എന്താ ഓജി വിളിക്കുകയാണെങ്കിൽ പറ സിറ്റിയിലാ നമുക്ക് പ്ലേയേഴ്സ് ഇല്ലെന്ന്. ഇന്നലെ അമ്മമാര് അത് ഊമ്പിയിട്ടല്ലേ പോയത്. പ്ലേയേഴ്സ് ഇല്ല, അമ്മമാർക്ക് ഊമ്പാൻ പറ്റത്തില്ലെന്ന് വാറടിക്കാൻ. ഇന്ന് പ്ലേയേഴ്സ് ഇല്ലടാ, നമ്മൾ ഈ 15 പേരുണ്ട്, നമുക്ക് പ്ലേയേഴ്സ് ഇല്ലടാ കുണ്ണേ. നീ എന്തോ മുമ്പ് തായോളി, നീ വന്ന് ഗ്യാങ് ഹൗസ് വന്ന് അടിയടാ. അന്ന ധൈര്യം ഉണ്ടെങ്കിൽ പച്ചി മോനെ. എടാ ഇവന്മാരൊക്കെ ഇല്ലടാ എന്തെങ്കിലും ഈ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ. എടാ അവനെ കത്തിച്ചങ്ങ് വിട്ടറാ മൈരി. ഗ്യാങ് ഹൗസിൽ കിടക്കുമ്പോ തന്നെ തീട്ടം തൂറി കിടക്കുന്ന പോലെ ഉണ്ട്. നിനക്ക് അറിയാം എന്തുവാന്ന്, പിന്നെ ഈ തന്തയ്ക്ക് വിളിക്കേണ്ട ആവശ്യം എല്ലാം അറിയാം. എന്നാലും എടാ കത്തിച്ചു വിടറാ ഇവനൊക്കെ, എന്തിനാ വെച്ചോണ്ടിരിക്കുന്നെ? ശവമൊക്കെ ഗ്യാങ് ഹൗസിൽ കിടക്കണ്ട. ഇവന്റെ പറ എന്നെ പബ്ജി കളിക്കുമ്പോ കൂട്ടണിയാ, പബ്ജി കളിക്കുമ്പോ എന്നെ വിളിക്കണേ കഷ്ടമുണ്ടോളിയാ. കഴിഞ്ഞോ ചിച്ചു കഴിഞ്ഞില്ലേ? എന്നെ പബ്ജി കളിക്കുമ്പോ മനസ്സിലായിട്ടുണ്ട്. എടുത്തോണ്ട് പോടാ. നിനക്ക് എന്താ ഗ്യാങ് ഹൗസ് അങ്ങ് ഇഷ്ടപ്പെട്ടു ഇവിടെ കിടക്കാനായിട്ട്? നിന്റെ മറ്റേ പെണ്ടാട്ടിയുടെ വീടല്ലേ ഇത്? ഞാൻ വന്ന് പുഷ്ടി ടോക്ക് വിളിക്കട്ടെ വരെ. ഇവ കറക്റ്റ് വാണത്തിന്റെ കറക്റ്റ് ഇതാണ്. എടാ എന്ത് ഹോസ്റ്റേജ് ആയിട്ട് വന്നിട്ട് എന്തൊരു ആന്റിയുടെ എനക്ക് പറയുന്നത്? ഇല്ല ഇത് കറക്റ്റ് ഇതായിരുന്നു സംഭവം. അത് നമ്മൾ ഇച്ചിരി ഇതായി പോയി, സോറി. ഇതേപോലത്തെ കുറെ തന്തയില്ലാത്തമാര് ചിലപ്പോ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ട്രിഗർ ആയി പോവും, സ്വാഭാവികം, അത്രേ ഉള്ളൂ. പപ്പു ഉണ്ടായിരം അവന്റെ വായുമുള്ളൂല്ലേ പപ്പു. എന്താ കളിയാ? എടാ എന്നെ ആരെല്ലാം ക്യാരി അടിച്ചടാ? മാറി ഇല്ലല്ലോ. എടാ ഇവൻ പോകുന്നില്ല കേട്ടോ, ഇവന് ഗ്യാങ് ഹൗസ് അങ്ങ് ഇഷ്ടപ്പെട്ടു. TV ഗ്യാങ് ഹൗസ് അങ്ങ് ഇഷ്ടപ്പെട്ടോ. പോയി ആരോടാ? അങ്ങനെ ബ്രോ ഹെൽമെറ്റ് ഒരു എന്തിനും ടിവിയുടെ ഗ്യാങ് ഹൗസ് ഇട്ടത് ബ്രോ? ചിച്ചു ബ്രോ എന്തിനാ ടിവിയുടെ ഗ്യാങ് ഹൗസ് എടുത്തിട്ട്? ഗ്യാങ് ഡ്രസ് എന്റെ പേര് ആളെ കണ്ടാ ഞാൻ കൊണക്കൂല, അത് കഴിഞ്ഞിട്ട് ഞാൻ തെറി വിളിക്കും. എന്റെ പേര് ചിച്ചു, ഞാൻ ഒരു അമർത്തൂല. ആൾ അവിടെ ഇരുന്ന് മറ്റേ അണ്ടി ഇടിക്കും മാറി വെച്ചിട്ട് ഉണ്ടായിരിക്കുന്നിട്ട് എന്റെ കൈക്കുട്ടിയോ പറയാനല്ലേ. മറ്റേ റീൽസ് ഉണ്ടല്ലോ അളിയാ, മറ്റേ ഒരുത്തന്റെ കൈ ഇങ്ങനെ വെച്ച് പിടിച്ചിട്ട് ഇപ്പൊ വിട്ടില്ലെങ്കിൽ ഞാൻ നിന്നെ അടിച്ചു തന്നെ എന്നൊക്കെ പറയില്ലേ? എനിക്ക് കളർ മാറ്റാം. ഞാൻ ഇപ്പൊ കണ്ണാടിയൊക്കെ ഉണ്ടായിരുന്നു.
ഇനി കണ്ണീരൊന്നും വേണ്ട, മനം Double class. നോവും വേണ്ട. വരുന്നില്ല. ഗുലാനെ അല്ല അറിഞ്ഞോ ഗുലാനെ ഗുലു ഒരുത്ത ഹോസ്റ്റേജ് എന്ന് പറഞ്ഞിട്ട് അവൻ മറ്റേ ഭാര്യ വീട്ടിൽ വരുന്നവരെ വന്നിട്ട് പോയി ഒരു പുതിയവൻ. ആ ഒരു റൂളൊന്നും ഇല്ല കേട്ടോ അവന്മാർക്കൊന്നും. നമ്മള് എല്ലാം പറഞ്ഞാലും ഉള്ളു പ്രശ്നം. ഇപ്പം ഈ തിളക്കുന്ന തീ ഉണ്ടല്ലോ ഇന്നേ ഉള്ളൂ, നാളെ പറയാൻ പോവാ. ആര് 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 ഞാൻ ഉണ്ടാക്കല്ലേ നീ അളിയ. അപ്പൊ ശരിയാണ്, കുറച്ചു ദിവസം നമ്മള് കാണത്തില്ല. അല്ലെ ഞാൻ സത്യം പറഞ്ഞ ഒരു 3-6 ട്രിപ്പ് പോവാണ്. അതുകൊണ്ട് അല്ലെ ഞാൻ നാളെ 3-6 ട്രിപ്പ് പോവാണ്. അതുകൊണ്ട് കുറച്ച് ദിവസം RP കാണത്തില്ല, അത്രേ ഉള്ളൂ. മനസ്സിലായോ? അല്ലാതെ ബാനൊന്നുമല്ല. ഒരു ബാനും ഇല്ല. അന്നേരം പറയാം ഫ്ലോ ആർപ്പിന്ന്. നമുക്ക് മാത്രം എന്തെങ്കിലും ചെയ്താൽ ബാൻ ഇടുന്നെങ്കിൽ ബാൻ ഇടട്ടെ. ഈ അണ്ടി ഒഴിച്ച സെർവർ കളിക്കാൻ ഞാൻ ഇല്ല. ഒരുത്തനും RP എന്തോന്ന് കളിക്കാൻ പോലും അറിയത്തില്ല. മെസ്സഡിയാ 40 പേര് ഗണ്ണയും ചെയ്ത് വെച്ചിരിക്കുക. അവന്റെ മെസ്സഡി കേട്ടോ അവന്റെ കുണ്ണ പിടിച്ചവന്മാരൊക്കെ. ഇവന്മാരൊന്നും കളിക്കാൻ ഞാനൊന്നും ഇല്ല പറിച്ച സെർവറിൽ. എന്നിട്ട് ഇപ്പൊ ഉണ്ടല്ലോ, ഞാൻ സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇതിപ്പോ FRP റിപ്പോർട്ട് ആയാൽ ആദ്യം എനിക്ക് ബാൻ ഇടും 15 ദിവസം. എന്നിട്ടേ ഉള്ളൂ ഈ കുണ്ണത്തരം കാണിച്ചവന് ബാൻ ഇടണമെങ്കിൽ നമ്മൾ VC പോയിരുന്ന് തെണ്ടണം. VC പോയിരുന്ന് എനിക്കെങ്ങും വയ്യ. ഹലോ ഹലോ കേക്കാ? ഹലോ എനിക്ക് കുണ്ണാളുടെ ഒന്നും കൂടെ കളിക്കാൻ പറ്റത്തില്ലടാ. ഇവനൊക്കെ മറ്റേ ഹോസ്റ്റേജ് ആയിട്ടിരിക്കുമ്പോ എന്തിത്ര മെസ്സടി. നമ്മൾ ഹോസ്റ്റേജ് ആകുമ്പോ ഞാൻ എന്നെ ഹോസ്റ്റേജ് ആക്കുമ്പോ ഞാൻ ഇങ്ങനെയാണോ നിൽക്കുന്നേ? എനിക്ക് പറ്റൂല എനിക്കിങ്ങനെ കളിക്കാൻ പറ്റൂല. എനിക്ക് പോയി FRPക്ക് ഇരുന്ന് തെണ്ടാനൊന്നും വയ്യ. രണ്ടും കുഴപ്പമില്ലായിരുന്നു. എവനാണ് വല്ലാത്ത കോണം. ഇന്ന് വൈകുന്നേരം തൊട്ട് ഞാനിത് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് വൈകുന്നേരം തൊട്ട് ഞാൻ മൈൻഡ് ഫക്ക് ആയതിന്റെ മെയിൻ റീസൺ അതാണ്. പറയാതിരിക്കാൻ വയ്യ. ഇന്നലെ സെർവറിൽ സംസാരിക്കാൻ പോയിട്ട് ഒരുത്തനും സംസാരിക്കാൻ പോലും വന്നില്ല. ഒരുത്തനും. അയ്യോ ഇങ്ങനെ കളിക്കാൻ വയ്യ, ഇങ്ങനെ കളിക്കാൻ താല്പര്യമില്ല. അറ്റ്ലീസ്റ്റ് ഒരു റൂള് സ്റ്റേണായിട്ട് ഇടാൻ അണ്ടിക്ക് ഉറപ്പുള്ളവന്മാരൊക്കെ ഇതാ. അയ്യോ അല്ലാതെ ചുമ്മാ ഒരു ദിവസം വന്നിട്ട് ഒരു റെയ്ഡ് താന്ന് പറഞ്ഞ് ബാക്കിയുള്ളവന്മാർക്ക് മെസ്സേജ് അയച്ച് മൂഞ്ചാനല്ലാതെ നിനക്ക് വേണ്ട. ഞാൻ പറഞ്ഞിട്ട് എന്നെ കണ്ണെടുത്ത കണ്ടുകൂടാ അവന്. പക്ഷെ എൻ്റെ റെയ്ഡ് വേണം. എൻ്റെ ചാനലിൽ നിന്ന് റെയ്ഡ് കിട്ടണം കറക്റ്റായിട്ട്. ഞാനുമായിട്ട് ക്ലോസ് കോണ്ടാക്ട് ഉള്ള നമ്മുടെ ചാറ്റിലൊക്കെ വരുന്ന പിള്ളേരെടുത്ത് പോയിട്ട് ഇരക്കും. എടാ ഈഗിളിനോട് പറഞ്ഞ് റെയ്ഡ് സെറ്റാക്കി തരണേ. പോയി പറഞ്ഞാൽ കൂടി പോവട്ടാ. ഞാൻ ഒന്നാം നല്ല ട്രിഗർ ആയിട്ടിരിക്കുവോ ഞാൻ ബ്രോ. ഭയങ്കര ഇതാണ് എനിക്കിത് പറ്റണല്ലോ. പറഞ്ഞോക്കി കളിക്കുമായിരുന്നു. ഇറങ്ങി ഇല്ല ഒന്നുമില്ല ജോക്കി. ഇവന്മാരുടെ കൂടെ കളിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഈ സെർവറിലൊരു പ്രോപ്പർ റൂൾ ഇടാതെ ഒന്നും കളിച്ചിട്ട് കാര്യമില്ല ജോക്കി. ഹോസ്റ്റേജ് വന്ന് 10 പേര് ഗൺ പോയിന്റിൽ നിൽക്കുമ്പോ മെസ്സഡിയാ. RP ഇവനൊക്കെ എന്തോ കണ്ടിട്ടുള്ളത്. ഇവനൊക്കെ മറ്റേ ഇങ്ങനെ ഇരുന്ന് അത് കഴിവാനും നമുക്ക് പറ്റത്തില്ല. അവന്റെ അച്ഛന്റെ അണ്ടി. ഞാൻ ഇനി അതിന് മറ്റേ ഒത്താശ ഒന്നും ഞാൻ മറ്റേ അവന്റെ അടുത്ത് എടാ എന്റെ കക്കൂസ് ഒന്ന് കഴിവോ ഞാൻ റിക്വസ്റ്റ് ചെയ്യാം. കുറെ കൊച്ചുമുണ്ടകൾ PC ഇൻസ്റ്റാൾ ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് വെടിവെക്കാൻ വേണ്ടി മാത്രം. സംസാരിക്കുന്നത് എന്തുവാ അല്ലെ സംസാരിച്ച് നിൽക്കുന്നത് എന്തുവാ ഒന്നും അറിയത്തില്ല. വെടിവെച്ചാൽ മതി. സിറ്റി കയറുക, ഗണ്ണെടുക്കുക, വെടിവെക്കുക. ഇതാണ് ഇവന്മാർക്ക് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ കാണിക്കാനുള്ള ഒരൊറ്റ കാര്യം. അവന്മാർക്ക് വല്ല പബ്ജിയോ വല്ല വാലറിന്റോ വല്ലതും പോയി ഗ്രൈൻഡ് ചെയ്യും. നിനക്കൊക്കെ വെടിവെക്കുക വെച്ച് കളിക്കണമെങ്കിൽ സിറ്റി കയറുക, വെടിവെക്കുക. ഇത് മാത്രമേ ഉള്ളൂ ജോക്കി. സംസാരമില്ല, സംസാരിക്കാൻ പറ്റത്തില്ല. മെസ്സടിക്ക് മാത്രമാണ് സംസാരം. എന്ത് നിങ്ങളൊക്കെ കാണുന്നതല്ലേ ഇത്? നിങ്ങൾ കാണുന്നതല്ലേ? നിങ്ങൾ തന്നെ പറ. ഇതല്ലേ ഇവന്മാര് ചെയ്യണേ? എന്നിട്ട് ഇപ്പൊ നിങ്ങൾ കണ്ടോണം. ഇപ്പൊ എനിക്കെതിരെ FRP ഇട്ടിട്ടുണ്ടാവും. അവിടെ FRP ഓൾറെഡി വലിച്ചിട്ടുണ്ടാവും. ആക്ഷൻ, ഇമ്മീഡിയറ്റ് ആക്ഷൻ അടിച്ചു കിട്ടി. പരുന്തു വാസു അബ്യൂസീവ് ലാംഗ്വേജ് 15 ദിവസം ബാൻ ഇട്ടാണ്. അല്ല അതല്ല അങ്ങനെ ചെയ്യുള്ളൂ. എന്നിട്ട് ഞാൻ പോയി ചോദിക്കും ബ്രോ അവൻ കാണിച്ചത് FRP അല്ലേ? അയ്യോ അത് നമ്മൾ ടിക്കറ്റ് ഇട്ടിട്ടുണ്ട്.
ടിക്കറ്റ് ഇനി കൊറിയർ വഴി അവന്റെ അണ്ണാക്കിലൂടെ വന്ന് ചന്തി കൂടെ ഇറങ്ങണം, എന്നാലേ ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയും ജോക്കി. ഇതൊക്കെയാണ് റീസൺ. ഞാൻ പറഞ്ഞു അടുത്ത് ജോക്കി. എന്നെ എപ്പോഴെങ്കിലും ഈ സ്വർഗരാജ് എന്ന് പറയുന്ന സെർവറിൽ ഇത്ര ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് കണ്ടിട്ടുണ്ടോ ജോക്കി? ഞാൻ 10 ദിവസമായിട്ട് ഇതിന്റെ പുറകെ ഇരിക്കുക. എനിക്ക് അത്ര വിഷമമുണ്ട് സീരിയസ് ആയിട്ട്. ഇന്നലെ പോയിട്ട് പോലും ഒരുത്തിനോട് മൈൻഡ് പോലും ചെയ്തില്ല. എന്നിട്ട് അവന്മാരെ എന്നിട്ടേ ജോക്കി ഈ സിറ്റിയിൽ ഇതിനകത്തൊരു മെയിൻ ഗുണ പറഞ്ഞ ഒരു കാര്യമുണ്ട് ജോക്കി. അവൻ എന്റെ മുമ്പിൽ വെച്ച് പറയാൻ പറയണം ജോക്കി, ഈ സെർവർ നമുക്ക് വേണ്ടി തുടങ്ങിയതാണെന്ന് പറഞ്ഞിട്ട് ജോക്കി, നമുക്ക് വേണ്ടി തുടങ്ങിയതാ ഇതാന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഈ ഇടയ്ക്ക് നമ്മുടെ ഒരു പയ്യൻ അവൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ അവൻ പറയാന്നേ, TV വരുന്നതിന് മുമ്പ് സ്വർഗരാജ്യത്ത് 150, 200 പ്ലേയേഴ്സ് ഉണ്ടായിരുന്നെന്ന്. അല്ലല്ല 100, 150 TV വരുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നെന്ന് സ്വർഗരാജ്യത്തില്. സ്വർഗരാജ്യത്തില് 100, 150 പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. TV വന്നിട്ട് നമുക്ക് അങ്ങനെ വലിയ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. ആ ചോദ്യം കേൾക്കണം. പോടാ, നീ എന്തിനു പറയുന്നു? TV വരുന്നതിന് മുമ്പ് ഇവിടെ പ്ലെയർ ബേസ് ഉണ്ടായിരുന്നു. 150, 200 പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. 200 പ്ലേയേഴ്സ്. എന്നിട്ട് അവനിപ്പോ പുച്ഛം കണ്ട മറ്റേ R34 കുണ്ണുകളുടെ ഒക്കെ കൂടെ VC-യിൽ ഇരുന്ന് ബ്രെയിൻ വാഷ്ഡ് ആയിട്ട് നമ്മുടെ മണ്ടയ്ക്കോട്ടങ്ങ് ഉണ്ടാക്കാൻ വരുന്നത്. ഇപ്പൊ കേറിയ ഏതെങ്കിലും അഡ്മിൻ വന്നിട്ട് എന്റെ അടുത്ത് എന്തെങ്കിലും പറയട്ടെ ജോക്കി, അന്നേരം ഞാൻ ബാക്കി അവനോട് സംസാരിച്ചോളാം. ഓരോ ദിവസം ഓരോ റൂൾ ഇടുന്നു. അല്ല ഓരോ ദിവസം ജോക്കി ഓരോ റൂള്. ഇത് എങ്ങനെ കളിക്കാനാ ഇവിടെ ജോക്കി? എന്നിട്ട് ജോക്കി അല്ലല്ലോ സീൻ പറഞ്ഞുതരാം ജോക്കി. നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് ഒരു സിറ്റുവേഷനിൽ കണ്ടോണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന്റെ അടുത്ത് ജോക്കി ചോദിച്ചു നോക്ക്. നമ്മൾ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾ അവിടെ ചെന്ന് ചോദിക്കുക, ബ്രോ ഇതല്ലേ ഇത്? ഞാൻ പറഞ്ഞ ബ്രോ നമുക്ക് ഇതിനകത്ത് ഇടപെടാൻ പറ്റത്തില്ല, ഫ്ലോ RP ആണേ എന്ന് പറയും. എന്നിട്ട് നമ്മൾ ഓക്കെ ശരി, അപ്പൊ ഫ്ലോ RP അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. നമ്മൾ അടുത്ത സിറ്റുവേഷൻ ട്രിഗർ ആയിട്ട് നമ്മൾ അവിടെ പോയി ചോദിക്കുക, ബ്രോ നമ്മുടെ സിറ്റുവേഷനിൽ ഫ്ലോ RP എന്ന് വിചാരിച്ച് നമ്മൾ ആ സെയിം സാധനം ചെയ്യുമെന്ന് വിചാരിച്ച ജോക്കി. അപ്പം നേരെ വന്നിട്ട് പറയും ഫ്ലോ RP അല്ല സ്പോട്ട് ആക്ഷൻ ആണേ, കഴിഞ്ഞു. എന്നിട്ട് പറയും റൂൾ ചേഞ്ച് ചെയ്ത് നോക്കുമ്പോ 2 ദിവസം മുമ്പ് എഡിറ്റഡ്. എന്റെ മനക്ക് ഇന്നലെ കഴിഞ്ഞുള്ളൂ സ്പോട്ട് ആക്ഷൻ പോകാൻ ഇട്ടത്. ഇപ്പൊ സ്പോട്ട് ആക്ഷനെ ഇല്ല ജോക്കി. ഇവന് സ്പോട്ട് ആക്ഷൻ കൊടുത്ത ഇന്നലെ ഒരുത്തൻ R34 ഒരുത്തൻ നിന്ന് പച്ചയ്ക്ക് തെറി വിളിച്ചപ്പോ ചാറ്റിൽ അഡ്മിന്റെ ചാറ്റിൽ സ്പാം ചെയ്ത് എന്തുകൊണ്ട് സ്പോട്ട് ആക്ഷൻ കൊടുക്കണ്ടേ? എന്നാൽ പറയാ FRP ടീം പറഞ്ഞിട്ടുണ്ട് സ്പോട്ട് ആക്ഷൻ കൊടുക്കണ്ടെന്ന്. ഇന്നലത്തെ അലീമയുടെ ലൈവിലുണ്ട് FRP ടീം പറഞ്ഞിട്ടുണ്ട് സ്പോട്ട് ആക്ഷൻ കൊടുക്കണ്ട, ഫ്ലോ RP ആണെന്ന്. അതെന്ന് വന്നു പുതിയ റൂള് ഇടയ്ക്കിടയ്ക്ക് ഓരോ ദിവസവും മാറണം. ഇത് OC പറഞ്ഞ അവന് 15 ദിവസമുള്ളൂ ബാച്ചിനടിച്ചൊന്നും. എനിക്ക് അതാണ് കോമഡി. അത് ചോദിച്ചപ്പോ പറയാൻ ഡിഫെൻഡ് ചെയ്യുന്നു. ഓൾറെഡി ഇവിടെ ഇന്നലെ സ്റ്റീവന്റെ കാര്യം, സ്നൈപ്പിന്റെ കാര്യം സംസാരിക്കാം. അവനെ IRL OC പറഞ്ഞ് കളിയാക്കിയവന് എത്ര ദിവസത്തെ ബാങ്ക് കൊടുത്തടാ? 15 ദിവസം. 15 ദിവസം. നിനക്ക് 15 ദിവസം പറഞ്ഞോണ്ട് 15 ദിവസം. എനിക്ക് ബാറ്റിന് അടിച്ചു വന്നതിന് 14. പിന്നെ ഏതോ കില്ലോഗ് മിസ്സിംഗ് ആണെന്ന് പറഞ്ഞു. കില്ലോഗ് മിസ്സിംഗ് ആണ് വാസോണ്ണ. ഒരു ടിക്കറ്റ് അടിച്ചില്ല, അത് കാണാനില്ല അന്ന് കില്ലോഗ്. അത് നമ്മളുണ്ട് കളഞ്ഞതാ, അവരെ മിസ്റ്റേക്ക് അല്ലേ ഇത്? ഇല്ലടാ ഇവന്മാരുടെ ഈ OG കുണ്ണുകളടുത്തൊന്നും സിറ്റുവേഷൻ എടുക്കണ്ട. ഇവനൊക്കെ RP എന്തോന്ന് ആദ്യം പോയി പഠിച്ചിട്ട് വരാൻ പറ. എങ്ങനെ ഹോസ്റ്റേജ് നിക്കണമെന്ന് പോലും അറിയത്തില്ല. അറ്റ്ലീസ്റ്റ് കൊണ അടിക്കുന്നതിന് കുഴപ്പമില്ല. എന്തിനാ പറയുന്നത്? അല്ല എടാ കൊണ അടിക്കാൻ പാടില്ല ബാല, കൊണ അടിക്കാൻ പാടില്ല. ഹോസ്റ്റേജ് ആയ കൊണ അടിക്കാൻ പാടില്ല. ഹോസ്റ്റേജ് ആയിട്ട് അങ്ങനെ ആവശ്യമില്ല. അല്ല അഥവാ കൊണ അടിച്ചാലും അറ്റ്ലീസ്റ്റ് നമ്മൾ ഹോസ്റ്റേജ് ആയ സ്ഥിതിക്ക് പറയുമ്പോ അത് മിണ്ടായിരിക്കുന്നു. ഇത് അതും ഇല്ല. ചുമ്മാ ഇരുന്നങ്ങ് പറഞ്ഞോണ്ടിരിക്കും. ഒരുമാതിരി നമ്മളും വെറുത്തു. വലിയ മാസമാണ് വിചാരം. എനിക്കെങ്ങും വയ്യ ബ്രോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്റെ ആവശ്യമല്ല സ്വർഗരാജ്യം കളിക്കേണ്ടത്, മനസ്സിലായോ? അവരുടെ സെർവറിൽ ആൾ കളിക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. സോ ആ സെർവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാ. അല്ലാതെ എന്റെ ആവശ്യമാണോ സ്വർഗരാജ്യത്തിൽ അഡ്മിൻസിനെ നന്നാക്കേണ്ടത്? എന്റെ ആവശ്യമല്ല. എനിക്ക് പേഴ്സണൽ കമ്മിറ്റ്മെന്റ് ഉള്ള ഒരുത്തനും ഇല്ല അവിടെ. എനിക്ക് അവനോടൊന്നും പോയി പറയേണ്ട ആവശ്യമില്ല. എനിക്ക് ഞാൻ എന്തിനാ അവനോട് പോയി പറയണം? വേണേ അന്നാട്ടോ അതിനൊക്കെ. അവന്മാർക്ക് സെർവർ നന്നായിട്ട് റൺ ചെയ്യണമെങ്കിൽ അവന്മാര് മര്യാദക്ക് സെർവർ നടത്തട്ടെ. അല്ലാതെ എനിക്ക് അവനെയൊക്കെ പോയി നന്നാക്കി അവന്റെ സെർവറിൽ ആളെ കയറ്റി കളിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. കുറെ ആയിട്ട് ഇതിന്റെ പുറകെ നിൽക്കണം. എന്നിട്ട് ഇപ്പൊ വരുന്നവന്മാര് എന്നിട്ട് ഗൈസ് ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മളുമായിട്ട് സിറ്റുവേഷൻ എടുക്കുമ്പം അളിയ സൗണ്ട് ഉണ്ടാക്കല്ലേ, ഞാൻ പാട്ട് കേട്ട് ഉറങ്ങുക ഗോഗു ഓടാ തക്കുടുപ്പുണ്ടായി.
പാട്ട് അയ്യോ എനിക്കിനി ഇല്ലടാ ഇവന്മാര് ഞാൻ ഒരു കാര്യം പറയാം മര്യാദക്ക് നിൽക്കുന്നവന്മാരുടെ കൂടെ സിറ്റുവേഷൻ എടുത്താൽ മതി മര്യാദക്ക് നിൽക്കുന്നവന്മാരുടെ കൂടെ സിറ്റുവേഷൻ എടുത്താൽ മതി അല്ല അല്ലാത്ത ബാക്കിയുള്ളവന്മാർക്ക് അണ്ണാ ബാക്കിയുള്ളവന്മാർക്ക് ഒരു പ്രശ്നവും ഇല്ല ഇവനൊക്കെ എന്തോ ഇത്രയും പ്രശ്നം അടാ അവൻ ബാക്കിയുള്ളവന്മാര് കറക്റ്റ് അത് കണക്ക് ആളെ കൊണ്ടുവന്ന് എല്ലാം ചെയ്യും അവൻ ഇന്നലെ വെട്ടിയെന്ന് പറഞ്ഞ അവന്റെ ഫ്രസ്ട്രേഷൻ കണ്ടായിരുന്നു അവന്റെ ഫ്രസ്ട്രേഷൻ കണ്ടായിരുന്നോ തള്ളക്കും തന്തയ്ക്കും ഒക്കെ വിളിയാണ് അവന്റെ പരിപാടി ഇവന്മാർക്ക് മറ്റേ വെടിവെക്കാനാണെങ്കിൽ വേറെ എന്തെങ്കിലും പോയി ഗെയിം പോയി കളിക്കേ കേറി വന്ന ഉടനെ വെടിവെക്കാൻ മാത്രമാണ് പിന്നെ എന്തിനാണ് ആർപ്പി കളിക്കുന്നേ ഗ്രൂപ്പ് നോക്കോ ജലദോഷം പിടിക്കുമ്പോ സിറ്റി കയറാം ഹലോ ഒന്നെങ്കിൽ ഞാനൊരു നിങ്ങൾക്കൊരു ആർപി സർവർ തുടങ്ങിയാൽ പോരെ ബ്രോ ഞാൻ പറഞ്ഞല്ലോ ബ്രോ നമ്മൾ അതല്ല ഞാൻ പറയണത് ഇപ്പൊ സിയോണില് അഡ്മിൻസിന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഇരുന്നൊരു ലൈവ് ഇട്ടത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മളൊരു ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ സജഷനും ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ പോയി സിയോണിൽ പറഞ്ഞിട്ടുണ്ട് അമ്മ അടുത്ത് പറഞ്ഞ അന്ന് സംസാരമായിട്ടുണ്ട് അത് ശരിയാ പക്ഷേ ഇത് അവിടെ ഒരു സ്ട്രോങ് റൂൾ ഉണ്ടായിരുന്നു ആർക്ക് വേണ്ടി മാറ്റൂല അത്രേ പറയുന്നുള്ളൂ എല്ലാവർക്കും ഒരേ നിയമമാക്ക് ടിവിക്ക് വേണ്ടിയിട്ട് ഒന്നും വേണ്ട എല്ലാവർക്കും ഒരേ അത്രയും മതി എല്ലാവർക്കും ഒരു നിയമമാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ നമുക്ക് മാത്രമായിട്ട് സെപ്പറേറ്റ് നിയമം വേണമെന്ന് പറയുന്നില്ല എല്ലാവർക്കും ഒരു നിയമമാക്ക് ഇതങ്ങനല്ല അഡ്മിൻസിൽ കുറച്ച് R34 താങ്ങിക്കുന്ന കുറച്ച് പുണ്ടച്ചികളുണ്ട് അവന്മാരുടെ മെയിൻ ആയിട്ടുള്ള കാര്യം ഇതാ ഒരു സിറ്റുവേഷനിൽ നിന്ന് കൈസ് 50-60 FRPയും വലിച്ചുകൊണ്ട് വരും തിരിച്ചു വലിച്ചാലോ POV ക്ലിയർ പ്രൂഫ് വേണം അത് വേണം ഇത് വേണം ഇല്ലോഗിലില്ല അതില്ല ഇതില്ല എങ്ങനെ കേട്ടോണ്ടിരിക്കും അതാണ് എന്റെ ചോദ്യം എങ്ങനെ കേട്ടോണ്ടിരിക്കും പെർമനന്റ് ബാൻ എന്നോ പെർമനന്റ് ബാൻ ആരെയാ പേടിപ്പിക്കണ ബ്രോ പെർമനന്റ് ബാൻ ഇട്ടോ എനിക്കൊരു മൈരും ഇല്ല പെർമനന്റ് ബാൻ ഇട്ടാ FRPക്ക് എനിക്ക് മൈര ജോക്കി പറഞ്ഞ പോലെ GTA ഒന്നും അല്ലല്ലോ ബാന് എനിക്കൊരു കോപ്പുമില്ല എനിക്ക് ബാൻ കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്കൊരു കോപ്പുമില്ല ഈ സെർവറിലെ ഞാൻ വേറെ സെർവറിൽ കളിക്കും എന്റെ ഹയസ്റ്റ് വാച്ചിങ് ഓഫ് RP ഏതാണെന്നറിയോ ഗ്രാൻഡ് RP ആണ് 26,000 വാച്ചിങ് ഫോർ ഒരു RP സ്ട്രീമിന് 26,000 ലൈവ് വാച്ചിങ് കൊണ്ടുവന്നത് ഞാൻ ഗ്രാൻഡ് RP കളിച്ചിട്ടാ ഗ്രാൻഡ് RP കയറാൻ ഇവിടുത്തെ ഒരുത്തന്റെ ഒരു സഹായം പോലും വേണ്ട സത്യം പറഞ്ഞ ചുമ്മാ പോയി കയറാം ഗ്രാൻഡ് RP ഓൾറെഡി എനിക്ക് പെയ്ഡ് ഇൻവിറ്റേഷൻസ് എത്ര വട്ടം വന്നിട്ടുണ്ടെന്ന് അറിയോ ചുമ്മാ പോയി കളിക്കാം ഇങ്ങോട്ട് പൈസ തരും ഗ്രാൻഡ് RPയിലേക്ക് പോയി കളിച്ചാ മറ്റേ ഇവിടുന്ന് ബാൻ കിട്ടുമെന്ന് പേടിച്ച് ഞാൻ ഒന്നും മിണ്ടാതെ വായടച്ച് ജീവിതകാലം മൊത്തം ഇങ്ങനെ കേട്ടോണ്ടിരിക്കാം പോയടാ ഇവന്മാർക്ക് സെർവർ വേണമെങ്കിൽ ഇവന്മാർ സെറ്റ് ആക്കട്ടെ ഗൈസ് എനിക്കല്ലാതെ വേറെ ഒന്നും പറയാനില്ല പിന്നെ ഈ ഇവിടുത്തെ റൂള് ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം ഗൈസ് ഞാനൊരു ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ ഇങ്ങനത്തെ ഊമ്പിത്തരൊക്കെ പ്ലേയേഴ്സ് കാണിക്കുമ്പം അഡ്മിൻസിന് ജസ്റ്റ് ഒന്ന് വന്ന് പറഞ്ഞൂടെ ഇത് ഫെയിൽ RP ആണ് ഇത് ഇങ്ങനെ ചെയ്താൽ ഇൻസ്റ്റന്റ് ബാൻ കിട്ടും സിറ്റുവേഷനിൽ ഇന്റർഫിയർ ചെയ്ത് പറയണം എന്നാലേ RP നന്നായിട്ട് പോവുള്ളൂ ഇതൊക്കെ എന്ത് റൂളാ ഹോസ്റ്റേജ് ആയിട്ടിരിക്കുന്നവൻ വന്നിരുന്ന് മെസ്സ് അടിക്കണ് ഹോസ്റ്റേജ് ആയിട്ട് വന്നിരിക്കുന്നവൻ എന്തൊക്കെയോ പറയുന്നു ഇതിനകത്ത് കളിക്കാൻ പറ്റത്തില്ല ഗൈസ് ഇതിനകത്ത് കളിക്കാൻ പറ്റത്തില്ല എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എനിക്ക് നല്ല എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു TVയിലുള്ള ബാക്കി നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ ഈ റൂളിൽ ഇങ്ങനെ ഇവിടെ കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കളിക്കാം ഞാനും കൂടെ കളിക്കും ഞാനായിട്ട് മാത്രം ഒറ്റയ്ക്ക് ഇറങ്ങുമോ നിങ്ങളെ വിലക്കോ ഞാൻ ചെയ്യത്തില്ല ബാക്കി നിങ്ങളുടെ എല്ലായിടത്തും ഞാൻ പറയുന്നത് നിങ്ങളെ ആരും ഞാൻ വിലക്കോ ഇത് കളിക്കേണ്ടെന്നോ ഞാൻ പറയത്തില്ല എനിക്ക് പക്ഷേ ഇവന്മാരോട് സംസാരിക്കാൻ പോകാൻ പറ്റത്തില്ല എനിക്കത് ബുദ്ധിമുട്ടുണ്ട് എന്നെ 2-3 വട്ടം അബ്യൂസ് ചെയ്ത് വിട്ടതാണ് അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പോകാൻ ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾക്ക് കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ കളിക്കും പക്ഷേ എനിക്ക് ഇവരുടെ കൂടെ സംസാരിക്കാൻ ഇവരുടെ ഇതിനകത്ത് പോലെ ഇങ്ങനത്തെ പുണ്ടച്ചികളുടെ കൂടെ RP കളിക്കാൻ പറ്റത്തില്ല അറ്റ്ലീസ്റ്റ് ബേസിക് ആയിട്ട് RPയുടെ കാര്യങ്ങൾ എന്താണെന്ന് ഇതുള്ളവന്മാരുടെ അടുത്ത് എങ്കിലും കളിക്കാം ചുമ്മാ പെർമനന്റ് ബാൻ നമ്മളാരും കളിക്കുന്നില്ല ഇവിടെ കളിക്കുന്നില്ലെന്ന് എന്താ പറയുക സ്പോട്ട് ആക്ഷൻ ആണോ R34 അതോ TV സപ്പോർട്ട് ചെയ്യാത്ത സെർവറിൽ അഭിനയിക്കുകയാണോ എന്താണ് ഉദ്ദേശം
അത്രയും ചോദിക്കാനുള്ളൂ. ടിവിയെ സപ്പോർട്ട് ചെയ്യണില്ല ഞങ്ങള്. ഞങ്ങൾ ഇവിടെ കുറച്ച് R34 മാത്രം ഊമത്തുള്ളൂ എന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ്. ബ്രോ എങ്കിൽ ഗ്യാങ്ങോടെ കളഞ്ഞോ ബ്രോ. നമുക്ക് ആരും കളിക്കാൻ ഇതാണ് താല്പര്യമില്ല. ഗ്യാങ്ങോടാണ് അനൗൺസ്മെന്റ്സിലാണോ അലീനെ കൊണ്ടാണ് ഇട്ടത്. അവനാണ് വട്ടത്തിൽ ഊമ്പട്ടെ. ഏതാണ് റെസ്പോൺസ്? ആരാ അലിമിയാണോ ഇട്ടത്? ഹാസ് പെർമനന്റ്ലി ബാൻഡ് ഫ്രം ദ സെർവർ റീസൺ സെർവർ ഡീഗ്രേഡിംഗ്. ഇനി ഒരു കാര്യം പറയട്ടെ. എടാ നിന്നെ അലിമി നിന്നെ പോലെ തന്തയില്ലാത്തവനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഇനിയിപ്പോ പറയുന്നതിൽ പ്രശ്നമില്ലല്ലോടാ. ഞാൻ ഒരു കാര്യം പറയട്ടെ അലിമി. നിനക്ക് ഈഗിൾ ഗെയിമിങ്ങിന്റെ റെയ്ഡ് വേണം. പക്ഷേ എന്നെ പുച്ഛം എന്നെ അറിയാവുന്ന എല്ലായിടത്തും പോയി നക്കണം നീ ഇങ്ങനെ. എടാ ഈഗിൾ ഗെയിമിങ്ങിന്റെ ഒരു റെയ്ഡ് മേടിച്ചു തരാ, ഈഗിൾ ഗെയിമിങ്ങിന്റെ ഒരു റെയ്ഡ് മേടിച്ചു തരുമോ, ഇങ്ങനെ നക്കണം നീ പോയി. നിനക്ക് നക്കി ജീവിക്കാൻ പറ്റുന്ന എത്രയും കാലം നീ നക്കി ജീവിക്കളിയാ. അതേ നിന്നെ കൊണ്ട് പറ്റത്തുള്ളൂ അലിമി. ഒന്നാമത്തെ കാര്യം ഞാൻ പറയാണ് നിന്റെ അടുത്ത്. എന്നിട്ട് നീ ഇങ്ങനെ പോയി നക്കണം. പിന്നെ വേറെ കുറച്ച് പുണ്ടച്ചികളെ ഇവിടെ അഡ്മിൻസ് ആക്കി വെച്ചിട്ടുണ്ട്. അവന്മാർക്ക് എന്താണെന്ന് പറയാം, R34 പോയി ചന്തി എഴുതി കൊടുക്കണം ഡെയിലി. മനസ്സിലായ? R34 മെമ്പേഴ്സിനെ ഓരോരുത്തരെ പിടിച്ചു നിർത്തിയിട്ട് ചന്തി എഴുതി കൊടുക്കും. നിനക്കൊക്കെ അതിനുള്ള യോഗ്യതയേ ഉള്ളൂ. മനസ്സിലായ? ഞാൻ പറയാം ഗൈസ്, ഈ അലീമി എന്ന് പറയുന്ന പുണ്ടച്ചിയാണ് പറഞ്ഞത് മെയിനായിട്ട്. അലീമി എന്ന് പറയുന്ന ഈ പുണ്ടച്ചിയാണ് മെയിനായിട്ട് പറഞ്ഞത്. TV വരുന്നതിന് മുമ്പ് സ്വർഗരാജ്യത്തിൽ പ്ലെയർ ബേസ് ഉണ്ടായിരുന്നു, വെൽ എസ്റ്റാബ്ലിഷ്ഡ് സെർവർ ആയിരുന്നു. അവന്റെ ഡയലോഗുകളൊക്കെ കേൾക്കണം കേട്ടാ. അത് പിന്നെ ഈ ഇവിടുത്തെ റൂള് ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം ഗൈസ്. ഞാനൊരു ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ. ഇങ്ങനത്തെ ഊമ്പിത്തരൊക്കെ പ്ലേയേഴ്സ് കാണിക്കുമ്പം അഡ്മിൻസിന് ജസ്റ്റ് ഒന്ന് വന്ന് പറഞ്ഞൂടെ, ഇത് ഫെയിൽ RP ആണ്, ഇത് ഇങ്ങനെ ചെയ്താൽ ഇൻസ്റ്റന്റ് ബാൻ കിട്ടും. സിറ്റുവേഷനിൽ ഇന്റർഫിയർ ചെയ്ത് പറയണം. എന്നാലേ RP നന്നായിട്ട് പോവുള്ളൂ. ഇതൊക്കെ എന്ത് റൂളാ? ഹോസ്റ്റേജ് ആയിട്ടിരിക്കുന്നവൻ വന്നിരുന്ന് മെസ്സ് അടിക്കണ്, ഹോസ്റ്റേജ് ആയിട്ട് വന്നിരിക്കുന്നവൻ എന്തൊക്കെയോ പറയുന്നു. ഇതിനകത്ത് കളിക്കാൻ പറ്റത്തില്ല ഗൈസ്. ഇതിനകത്ത് കളിക്കാൻ പറ്റത്തില്ല. എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഇതിനകത്ത്. എനിക്ക് എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. TV-യിലുള്ള ബാക്കി നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ ഈ റൂളിൽ ഇങ്ങനെ ഇവിടെ കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കളിക്കുക, ഞാനും കൂടെ കളിക്കും. ഞാനായിട്ട് മാത്രം ഒറ്റയ്ക്ക് ഇറങ്ങുമോ നിങ്ങളെ വിലക്കോ ഞാൻ ചെയ്യത്തില്ല. ബാക്കി നിങ്ങളുടെ എല്ലായിടത്തും ഞാൻ പറയുന്നത്, നിങ്ങളെ ആരും ഞാൻ വിലക്കോ ഇത് കളിക്കേണ്ടെന്നോ ഞാൻ പറയത്തില്ല. എനിക്ക് പക്ഷേ ഇവന്മാരോട് സംസാരിക്കാൻ പോകാൻ പറ്റത്തില്ല. എനിക്കത് ബുദ്ധിമുട്ടുണ്ട്. എന്നെ 2-3 വട്ടം അബ്യൂസ് ചെയ്ത് വിട്ടതാണ്. അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പോകാൻ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾക്ക് കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കളിക്കുന്നുണ്ടെങ്കിൽ ഞാനിവിടെ കളിക്കും, ഞാൻ നിങ്ങളുടെ കൂടെ കളിക്കും. പക്ഷേ എനിക്ക് ഇവരുടെ കൂടെ സംസാരിക്കാനും ഇവരുടെ ഇതിനകത്ത് വേണം. ഇങ്ങനത്തെ പുണ്ടച്ചികളുടെ കൂടെ RP കളിക്കാൻ പറ്റത്തില്ല. അറ്റ്ലീസ്റ്റ് ബേസിക് ആയിട്ട് RPയുടെ കാര്യങ്ങൾ എന്താണെന്ന് ഇതുള്ളവന്മാരുടെ അടുത്ത് എങ്കിലും കളിക്കാം. ചുമ്മാ പെർമനന്റ് ബാൻ നമ്മളാരും കളിക്കുന്നില്ല. റോക്സ്റ്റാർ ഗെയിംസ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇവിടെ കളിക്കുന്നില്ലെന്ന് പറഞ്ഞു. എന്താ പറയുക, സ്പോട്ട് ആക്ഷൻ ആണോ? R34 ആയിരുന്നെങ്കിൽ ഇപ്പൊ സോൾവ് ആക്കി കൊടുത്താനേട്ടാ. അതോ TV സപ്പോർട്ട് ചെയ്യാത്ത സെർവറിന് അഭിനയിക്കുകയാണ്? എന്താണ് ഉദ്ദേശം? അത്രയും ചോദിക്കാനുള്ളൂ. TV സപ്പോർട്ട് ചെയ്യണില്ല ഞങ്ങൾ ഇവിടെ കുറച്ച് R34 മാത്രം ഊമത്തുള്ളൂ എന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ്. റോക്സ്റ്റാർ ഗെയിംസ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇവിടെ കളിക്കുന്നില്ലെന്ന് പറഞ്ഞു. എന്താ പറയുക, സ്പോട്ട് ആക്ഷൻ ആണോ? R34 ആയിരുന്നെങ്കിൽ ഇപ്പൊ സോൾവ് ആക്കി കൊടുത്താനേട്ടാ. അതോ TV സപ്പോർട്ട് ചെയ്യാത്ത സെർവറിന് അഭിനയിക്കുകയാണ്? എന്താണ് ഉദ്ദേശം? അത്രയും ചോദിക്കാനുള്ളൂ. TV സപ്പോർട്ട് ചെയ്യണില്ല ഞങ്ങൾ ഇവിടെ കുറച്ച് R34 മാത്രം ഊമത്തുള്ളൂ എന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ്. ബ്രോ എങ്കിൽ ഗ്യാങ്ങോടെ കളഞ്ഞോ ബ്രോ. നമുക്ക് ആരും കളിക്കാൻ താല്പര്യമില്ല. ഗ്യാങ്ങോടാണ്. അനൗൺസ്മെന്റ്സിലാണോ? അലീനെ കൊണ്ടാണ് ഇട്ടത്. അവനാണ് വട്ടത്തിൽ ഊമ്പട്ടെ. ഏതാണ് റെസ്പോൺസ്? ആരാ അലിമിയാണോ ഇട്ടത്? ഹാസ് പെർമനന്റ്ലി ബാൻഡ് ഫ്രം ദ സെർവർ റീസൺ സെർവർ ഡീഗ്രേഡിംഗ്. ഇനി ഒരു കാര്യം പറയട്ടെ. എടാ അലിമി നിന്നെ പോലെ തന്തയില്ലാത്തവനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഇനിയിപ്പോ പറയുന്നതിൽ പ്രശ്നമില്ലല്ലോടാ. ഞാൻ ഒരു കാര്യം പറയട്ടെ അലിമി. നിനക്ക് ഈഗിൾ ഗെയിമിങ്ങിന്റെ റെയ്ഡ് വേണം. പക്ഷേ എന്നെ പുച്ഛം എന്നെ അറിയാവുന്ന എല്ലായിടത്തും പോയി നക്കണം നീ ഇങ്ങനെ. എടാ ഈഗിൾ ഗെയിമിങ്ങിന്റെ ഒരു റെയ്ഡ് മേടിച്ചു തരാ, ഈഗിൾ ഗെയിമിങ്ങിന്റെ ഒരു റെയ്ഡ് മേടിച്ചു തരുമോ, ഇങ്ങനെ നക്കണം നീ പോയി. നിനക്ക് നക്കി ജീവിക്കാൻ പറ്റുന്ന എത്രയും കാലം നീ നക്കി ജീവിക്കളിയാ. അതേ നിന്നെ കൊണ്ട് പറ്റത്തുള്ളൂ അലിമി. ഒന്നാമത്തെ കാര്യം ഞാൻ പറയാണ് നിന്റെ അടുത്ത്. എന്നിട്ട് നീ ഇങ്ങനെ പോയി നക്കണം. പിന്നെ വേറെ കുറച്ച് പുണ്ടച്ചികളെ ഇവിടെ അഡ്മിൻസ് ആക്കി വെച്ചിട്ടുണ്ട്. അവന്മാർക്ക് എന്താണെന്ന് പറയാം, R34 പോയി ചന്തി എഴുതി കൊടുക്കണം ഡെയിലി. മനസ്സിലായ? R34 മെമ്പേഴ്സിനെ ഓരോരുത്തരെ പിടിച്ചു നിർത്തിയിട്ട് ചന്തി എഴുതി കൊടുക്കും. നിനക്കൊക്കെ അതിനുള്ള യോഗ്യതയേ ഉള്ളൂ. മനസ്സിലായ? ഞാൻ പറയാം ഗൈസ്, ഈ അലീമി എന്ന് പറയുന്ന പുണ്ടച്ചിയാണ് പറഞ്ഞത്
മെയിനായിട്ട് അലിമി എന്ന് പറയുന്ന ഈ പുണ്ടച്ചിയാണ് മെയിനായിട്ട് പറഞ്ഞത്. ടി വിയെ വരുന്നതിന് മുമ്പ് സ്വർഗരാജ്യത്തിൽ പ്ലെയർ ബേസ് ഉണ്ടായിരുന്നു, വെൽ എസ്റ്റാബ്ലിഷ്ഡ് സെർവർ ആയിരുന്നു. അവന്റെ ഡയലോഗുകളൊക്കെ കേൾക്കണം കേട്ടാ. അത് നമ്മുടെ UK മിഥുൻ അയച്ച ഓഡിയോ ആണ്, എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഞാൻ ഒന്നും ഇല്ല, എനിക്കൊന്നും എടുത്ത് കാണിക്കണ്ട, വേണ്ട, വെറുതെ എന്തിനാ. അവൻ നക്കിയത് അവനറിയാം, അവനെ നക്കിയത് ആരെയാണെന്ന് അവന് നന്നായിട്ട് അറിയാം. അതുപോലത്തെ കുറെ പുണ്ടച്ചികൾ ഇരിക്കണ ഒരു സെർവറാണ്. ഞാൻ സത്യം പറഞ്ഞ ഇതിന് വേണ്ടിയിട്ടാണ് കാത്തിരുന്നത്, പറയാതിരിക്കാൻ വയ്യ. നിന്റെ ഒന്നും പുറകെ നടന്ന് ഇതാക്കേണ്ട ഗതികേട് എന്തായാലും ടി വിയേക്കില്ല. മനസ്സിലായോ? ഞങ്ങൾ രണ്ടുപേര് ടെസ്റ്റ് സെർവറിൽ കളിച്ചോളാം. നിന്റെ ഒന്നും വേണ്ട, ഒരു കുണ്ണ ഗ്യാങ്ങും വേണ്ട അവിടെ. മനസ്സിലായോ? വിളിച്ചാൽ വരാം, കൂടെ കുറച്ച് പിള്ളേരുണ്ട്. ബെല്ലാരിലെ പിള്ളേർ വരുമെന്ന് ഉറപ്പാണ്, അന്തേരിലെ പിള്ളേർ വരുമെന്ന് ഉറപ്പാണ്. ഞങ്ങൾ കളിച്ചോളാം. നിന്റെ ഒന്നും എന്തായാലും ഇത് നമുക്ക് വേണ്ട. നിന്റെ ഊമ്പിയ സെർവറും പൂട്ടി നീ അവിടെ എല്ലാ 1 മാസം കൂടുമ്പോഴും സെർവർ വൈപ്പ് ചെയ്യും. ആൾക്കാർ മീൻ പിടിക്കാനും കണ്ടം പറിക്കാനും കാട് വെട്ടാനും പോയി പൈസ ഉണ്ടാക്കുമ്പോൾ നീയൊക്കെ പറയും സെർവർ വൈപ്പ് എന്ന്. എന്ത് രീസി! ഇങ്ങനെ കുണ്ണയും കുത്തി അഡ്മിൻ ലൈവ് എന്ന് പറഞ്ഞ് വാച്ചിങ് ഉള്ളവർക്ക് ചന്തിക്കീഴി വന്ന് ഇരുന്നാൽ മതി, നിനക്ക് സുഖം. ബാക്കിയുള്ളവർക്ക് RP കണ്ടന്റ് ഇതൊക്കെ കളിക്കണം. നിനക്കെന്താ നമ്മൾ വാറുണ്ടാക്കിയാൽ അതിന്റെ മൂട്ടി വന്ന് ഇങ്ങനെ നക്കി നിൽക്കും, ഇങ്ങനെ വന്ന് നിൽക്കും. എന്നിട്ട് വാച്ചിങ് ഈസി കിട്ടിയല്ലോ. നിനക്കൊക്കെ എന്തറിയണം? കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യണം ഈ സെർവറിൽ. ഞാൻ പറയണ ഇതാടാ, ഈ സെർവറിൽ വേറെ RP കളിക്കുന്ന ആരാണെന്നൊന്ന് കാണിച്ചു കൊടുക്ക. ആരൊന്ന് കാണിച്ചതാടാ. നീയൊക്കെ എന്നാ PVP സെർവർ, സ്വർഗരാജ്യം PVP സെർവർ എന്ന് പേരിടറ പുണ്ടച്ചികളെ. നീയൊക്കെ പിന്നെ എന്തിനാണ് ഇത് RP സെർവർ എന്ന് പേരിട്ടേക്കുന്നത്? ഇതിനകത്ത് വേറെ മറ്റേ അവന്മാരുടെ പേരെന്തോടെ ഈ ഇടയ്ക്ക് മറ്റേ RP ഒക്കെ ചെയ്തേ? ധാരാവി അല്ലാതെ വേറെ ആരാണ് ഇവിടെ ഒരു ഇവന്റ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്? തന്തയ്ക്കും തളയ്ക്കും വിളിക്കുന്ന കുറച്ച് അവന്മാരെ മാത്രം നീയൊക്കെ വലിയ ഗ്യാങ് ആയിട്ട് അവന്മാരെ ചന്തിയും കഴി കൊടുത്തിരിക്കലല്ലേ ഈ സ്വർഗരാജ്യത്തിലെ അവന്മാരുടെ പണി. എന്നിട്ട് നീയൊക്കെ വലിയ മെസ്സ് അടിക്കുന്ന പെർമനന്റ് ബാൻ. അയ്യോ എന്റെ അണ്ടി ഊരി താഴെ വീണ്, പോയി എന്റെ തല, ഞാനിപ്പോ ഇല്ല, അണ്ടിയില്ലാത്തനായി. നിന്റെ അങ്ങ് പെർമനന്റ് ബാൻ ഇട്ടപ്പം ഒന്ന് പറയാ. എല്ലാരും കൂടി എല്ലാ കൂട്ടത്തിൽ ചില കരടുകളുണ്ട്, അത് നമ്മള് നല്ല രീതിയിൽ സംസാരിക്കുന്നവരും ഉണ്ട്. ഇവരെടുത്ത് ആദ്യേ പറഞ്ഞതാണ് ഈ കരടുകൾ സീനാവും, പിന്നെ ആയിരിക്കും ഇതിന്റെ രീതിയിൽ ഇതാവുക. ഇപ്പോഴേ പറഞ്ഞേക്കാ രീതി പറഞ്ഞിട്ടും തുടക്കം മുതലുള്ളവരാണ്, അവരാണ് മൾട്ടിപ്പിൾ വട്ടം പറഞ്ഞു ഇവന്റെയൊക്കെ പോക്ക്. അവിടുത്തെ നല്ലവനായ അഡ്മിൻസിന്റെ അടുത്ത് കുറെ ആൾക്കാരുടെ അടുത്ത് നമ്മൾ പറഞ്ഞു ഇവന്റെയൊക്കെ പോക്ക് വേറെ വഴിക്കാണ് ബ്രോ, ഇവന്മാരെ അടുത്ത് മാറ്റണമെന്ന്. കണ്ണാപ്പി, ബോബോയ്, ഇവർ രണ്ടുപേരും ഇവിടുത്തെ അഡ്മിൻ പാനലുള്ളവരായിരുന്നു. അവന്മാർക്ക് ഒരു ഡമ്മി റോൾ ഇട്ട് കൊടുത്തിട്ട് ഇപ്പം എന്നിട്ട് പറയാണ് ഇവിടുന്ന് FRP ഇതൊക്കെ ലീക്ക് ആവുന്നെന്ന്. ലീക്കാക്കുന്ന ആരാണെന്ന് മറ്റേ ഇവനോടൊക്കെ ചോദിച്ചു നോക്ക്, ഇവിടെ ലൈവ് ഇടുന്ന അഡ്മിൻ കുണ്ണകളോട് ചോദിച്ചു നോക്ക്. അല്ലാതെ നമുക്കാർക്കും ലീക്ക് ആക്കേണ്ട ആവശ്യമില്ല. ടിവിയുടെ സൈഡിൽ നിന്ന് ഒരെണ്ണം ലീക്കായി എന്ന് പറ. എന്നിട്ട് വേറൊരുത്തൻ ആരെങ്കിലും വണ്ടി ഉണ്ടാക്കാൻ നോക്കിയിരിക്കുകയാണ്, മറിച്ച് വിറ്റ് ചായ കുടിക്കാനും പൊട്ട് പറിക്കാനും. അങ്ങനെ കുറെ കൊണ്ടച്ചികള്. വണ്ടി ആര് കഷ്ടപ്പെട്ട് 10-20 ദിവസം സാധനം എടുത്ത് ഉണ്ടാക്കിക്കൊണ്ട് വന്നാലും വണ്ടി കൊണ്ടുപോയി മറിച്ച് വിൽക്കാൻ വേറൊരുത്തൻ. പണിയെടുത്ത് ജീവിക്കണം, മനുഷ്യന്മാരെ ഊമ്പിച്ച് ജീവിക്കാതെ. നീയൊക്കെ ഇങ്ങനത്തെ അടുത്തും കൂടെ ഇല്ല കൈസ്. ഞാൻ ഇത്രയും ദിവസം മിണ്ടായിരിക്കുമായിരുന്നു. ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഇവന്മാരെ, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവന്മാരുടെ കഴ ചില്ലറയല്ല. മതിയായി. വയ്യ. ഒന്നെങ്കിൽ നമുക്കെതിരെ നിൽക്കുവാന്ന് അങ്ങ് പറയണം. അല്ലാതെ കാണുമ്പോ അണ്ണാ റെയ്ഡ് താ, അണ്ണാ ഒരു റെയ്ഡ് താ, എന്നിട്ട് ബാക്കി അപ്പുറത്ത് പോയിട്ട് ആ കുണ്ണയില്ലേ എന്ന് പറഞ്ഞ് നിൽക്കരുത്. ഒരു മിനിമം സെൽഫ് റെസ്പെക്ട് വേണം നിനക്കൊക്കെ. അലിമി നിന്നോട് മിനിമം ഒരു സെൽഫ് റെസ്പെക്ട് വേണം നിനക്ക്. അണ്ണാ റെയ്ഡ് താ അണ്ണ, ആരെങ്കിലും ആ പയ്യനെ കൊണ്ട് ഒരു റെയ്ഡ് മേടിച്ച് താ അണ്ണാന്ന് പറഞ്ഞ് നീ ഇതാക്കിച്ചിട്ട് ഡിസേർവ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് നിനക്ക് തരാഞ്ഞത്. മനസ്സിലായ? ഓരോ എന്നിട്ട് വന്ന് ഇൻസ്റ്റന്റ് സ്പോട്ട് ബാൻ. നിങ്ങൾ ബാക്കിയുള്ള ആൾക്കാരൊന്നും ഇപ്പൊ എന്നോട് സംസാരിക്കാൻ VC ചെല്ലെന്ന് പറഞ്ഞ് എന്നെ മെൻഷൻ ചെയ്തതാ. എന്നിട്ട് സ്പോട്ടില് പെർമനന്റ് ബാൻ. ഇവിടെ നിന്ന് കാണുവാ നക്കി. ഇല്ല ജോക്കി, ഇല്ല, എനിക്ക് പറയണം. ഞാൻ കുറെ ദിവസമായിട്ട് ഇതിന്റെ പുറകെ നിൽക്കുവോ ജോക്കി, കുറെ ദിവസമായിട്ട്. ജോക്കി ഇവിടെ ഞാനല്ല, ബാക്കിയുള്ളവന്മാര് പറയട്ടെ. സ്നൈപ്പേ, സ്റ്റീവേ, നിനക്കൊക്കെ ബാൻ കിട്ടിയപ്പോ എല്ലാവന്മാരും ഇവിടെ നിന്ന് ഗ്രൂപ്പിൽ എന്തോ പറഞ്ഞേ. എല്ലാവരും ഇവൻ പേഴ്സണലി വന്ന് പറഞ്ഞു, ചേട്ടാ ഇവന്മാരെല്ലാം കളി നിർത്തുവാന്ന് പറഞ്ഞു, മെന്റലി ഫക്ഡ് അപ്പ് ആയിട്ട്. ഞാൻ ഇവർക്ക് വേണ്ടിയിട്ടല്ല, ആർക്ക് വേണ്ടിയിട്ട് സംസാരിക്കണ്ട ചേട്ടാ. സെർവറിൽ ഇവന്മാർക്കെല്ലാം മൈൻഡ് ഫക്ക് ആയിട്ട് നിർത്തുമെന്ന് പറഞ്ഞു, ഇനി കളിക്കുന്നില്ലെന്ന് പറഞ്ഞ്.
ഭയങ്കര ബയസ്ഡ് ആയിട്ട് ഡിസിഷൻ ബാലന് ഓക്സിക്ക് 14, സ്നൈപ്പിന് 14. നമ്മക്കെതിരെ വരുമ്പോ മാത്രമാണ് ഇറക്കേണ്ടത്. ജോക്കി നമ്മുടെ എന്ന് പറഞ്ഞാൽ ജോക്കി ഇന്ന് രാത്രി സിറ്റുവേഷൻ നടന്ന നാളെ ആവുമ്പോ രാവിലെ 14 ദിവസത്തെ ബാൻ അങ്ങ് ഇടുക. മറ്റേ ചോദിക്കുമ്പോ പറയണത് പെൻഡിങ് ആണ് ബ്രോ, നമുക്ക് കുറെ FRP ഉണ്ട് ഓർഡറിൽ വരുന്നേന്ന്. 5 ദിവസം മുമ്പത്തെ FRPക്ക് പോലും അമ്മ ഇത് കൊടുത്തിട്ടുണ്ടാവൂല ബ്രോ. 48 മണിക്കൂറാണേ കണക്ക്. എന്നിട്ട് കൺമുന്നി വെച്ച് FRP ആണുമ്പോ നോക്കിക്കൊണ്ടിരിക്കും, എന്നിട്ട് പെൻഡിങ്ങിലാന്ന് പറയും. ഇതൊക്കെ ബ്രോ, ഇതൊക്കെ സ്പോട്ട് ആക്ഷൻ ആണ്. ഇതൊക്കെ സ്പോട്ട് ആക്ഷൻ എടുക്കുന്നത്. ഇതൊക്കെ സ്പോട്ടാണ്. സ്പോട്ട് ആക്ഷൻ ഡ്രാമ. ഫ്ലോ RP ഒന്നും ഇപ്പൊ ഇല്ല, മാറി. കെവിനെ ഗൊലാനെ മൈൽസ് ഫ്ലഫി സിറ്റി ഇറങ്ങിയാണ്. ജലദോഷം അറുത്തട്ടെ തള്ളക്കി വിളിച്ചോട്ടെ മറിച്ചേട്ടി. അയ്യോ, ഞാൻ ഇവിടെ വന്നല്ലേ അറിയാതെ. വലിച്ചിടുവോ നോക്കാം, നമുക്ക് ലൈവ് വലിച്ചിടുവോ നോക്കാം, ലൈവിൽ വലിച്ചിടുവോ നോക്കാം. ഉണ്ടോ എന്താ ഇപ്പൊ തെറുതി എന്താ ഇത്ര സ്പോട്ട് ആക്ഷൻ ആയിട്ട്? ഓണർ അലീമി, ഹലോ ബ്രോ, എനിക്കൊരു പെർമനന്റ് ബാൻ ഇട്ടായിരുന്നു സെർവർ ചെയ്യുന്നത്. ഇതിന്റെ റീസൺ ഒന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. ലൈക്ക് ബ്രോ ലൈവിലിരുന്ന് പറഞ്ഞതിന്റെ ഇതിനാണ് പെർമനന്റ് ബാൻ ഇട്ടത്. എന്താ ലൈവിലിരുന്ന് പറഞ്ഞെന്ന് പറഞ്ഞാ ലൈക്ക് ഇങ്ങനത്തെ മുമ്പ് സെർവർ കളിക്കാൻ താല്പര്യം എന്നുള്ള രീതിയിൽ പറഞ്ഞില്ല. അപ്പൊ സിറ്റിയിൽ കളിക്കുന്ന ആൾക്കാരൊക്കെ ഈ റൂളൊക്കെ പാലിച്ചാണോ ഇപ്പൊ കളിച്ചോണ്ടിരിക്കുന്നത്? ബ്രോ അതിന് ടിക്കറ്റ് വരുമ്പോഴത്തേക്ക് അതിന് ബാൻ ഇടുന്നു. കഴിഞ്ഞ ആഴ്ച വരെ ഫ്ലോ RP അല്ലായിരുന്നല്ലോ ബ്രോ, ഇപ്പൊ ഫ്ലോ RP ആയോ? ബ്രോ തെറി വിളിക്കുന്നതിന് സ്പോട്ട് ബാൻ കൊടുക്കാറുണ്ട്. അപ്പൊ ഹോസ്റ്റേജ്, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്താ ബ്രോ ഈ ഗ്യാങ് RP എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രോ ഗ്യാങ് RP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് 2 ഗ്യാങ്ങുകളും. ബ്രോ ഒരു കാര്യം, ഞാൻ ബ്രോ ഒന്ന് ലൈവ് ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? ഞാൻ റിക്വസ്റ്റ് ആയിട്ട് പറയണം ബ്രോ, ഞാനൊരു കാര്യം ബ്രോ, ഞാനൊരു റിക്വസ്റ്റ് ആയിട്ട് പറയണം. എനിക്ക് ബാൻ ഇട്ട പുള്ളിയെ ഡ്രാഗി, ഞാൻ പുള്ളിയോട് സംസാരിച്ചോളാം. ബ്രോയുടെ അടുത്ത് ഞാൻ ലൈവ് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് സംസാരിക്കാം, ഉറപ്പായിട്ട് വന്ന് സംസാരിക്കാം. പക്ഷെ എനിക്ക് ബാൻ ഇട്ട ആളെ ഞാൻ ഈ കേസ് ഞാൻ ഓൾറെഡി ലൈക്ക് ഞാനൊന്ന് പറയണ ബ്രോ. അല്ല, ഞാൻ പറയണ ഒറ്റ കാര്യത്തിന് മാത്രം മറുപടി ബ്രോ. ഒരു RP സിറ്റുവേഷൻ, ഇത് PVP സെർവർ ആണോ? ഫസ്റ്റ് ചോദ്യം, ആണോ? ഇത് RP സെർവർ ആണേ, RP സെർവർ ആണ്. അപ്പൊ ഈ RP എന്ന് പറയുമ്പോൾ എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരം, കമ്മ്യൂണിക്കേഷൻ മെയിൻ. ഇന്ന് ഇവിടെ ഹോസ്റ്റേജ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ഒരു റൂൾ ഉണ്ട്. ഹോസ്റ്റേജ് ആയിട്ടിരിക്കുന്ന സമയത്ത്, ഗൺ നെയിം ചെയ്തിരിക്കുന്ന സമയത്ത് മെസ്സ് അടിക്കാൻ പാടില്ല, പറയുന്ന കാര്യങ്ങൾ കേൾക്കുക. ഇത് ബ്രോ ഈ സെയിം സാധനം ഒരു കഴിഞ്ഞ മാസത്തെ എൻ്റെ ലൈവ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഹോസ്റ്റേജ് RPയുടെ ഇടയ്ക്ക് ദൈവം വരുന്നു, നമ്മുടെ അടുത്ത് കാര്യങ്ങൾ പറയുന്നു, ഇൻ്റർഫിയർ ചെയ്യുന്നു, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഈ മാസം ആയപ്പോൾ അത് റൂൾ വീണ്ടും ചേഞ്ച് ആയി. ആരും ഇതിനകത്ത് ഇടപെടത്തില്ല, ഫ്ലോ RP ആണ്, ബാക്കി ടിക്കറ്റ് വലിക്കണം എന്നുള്ള കാര്യങ്ങളായി. ബ്രോ ഞാനിപ്പോൾ ഞാൻ ഹോസ്റ്റേജ് ആയിട്ട് ഒരുത്തിനെ എടുത്ത്, ആ ഹോസ്റ്റേജ് RP കണ്ടിന്യൂ ആണെങ്കിൽ ഹോസ്റ്റേജ് സഹകരിക്കണോ വേണ്ടായോ? സഹകരിക്കണം. അപ്പൊ സഹകരിക്കാതെ അവൻ അവിടെ ഇരുന്ന് മെസ്സ് അടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ സിറ്റുവേഷൻ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും? ഇപ്പൊ ബ്രോ ചോദിച്ചാൽ ഞാനൊരു ഇത് പറയാം. ഓൾറെഡി ഇതേപോലത്തെ ഹോസ്റ്റേജ് സിറ്റുവേഷനകത്ത് അഡ്മിൻസ് ഇറങ്ങി പറയുന്നു, അഡ്മിൻസ് സിറ്റുവേഷനകത്ത് ഇന്റർഫിയർ ചെയ്യുന്നു എന്ന് പറഞ്ഞ് കുറെ ഇതേപോലെ തന്നെ ആൾക്കാർ കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. എല്ലാ സിറ്റുവേഷനും അഡ്മിൻസ് ഇറങ്ങുന്നു. അത് ഞാൻ വേറൊരു മെയിൻ കാര്യം പറഞ്ഞുതരാം ബ്രോ. വാച്ചിങ് ഉള്ള സ്ട്രീമേഴ്സിന്റെ സിറ്റുവേഷനുകളിൽ മാത്രം ഇന്റർഫിയർ ചെയ്യുന്ന കുറച്ച് അഡ്മിൻസ് ഉണ്ട് ഇവിടെ. അവരോട് അത് നിർത്താൻ പറഞ്ഞാൽ തന്നെ പകുതി പ്രശ്നം തീരും. ഇല്ല ബ്രോ, ഞാൻ ക്ലിയർ കട്ടായിട്ട് പറയാം ബ്രോ, ഇല്ലെന്ന് ബ്രോ. ഒരു കാര്യം, ഇത് കണ്ടോണ്ടിരിക്കുന്നവരുണ്ട്, ഡിഫറെന്റ് ഓഡിയൻസ് പലയിടത്ത്. TV വേഴ്സസ് ഒരു സിറ്റുവേഷൻ നടന്നിട്ട് സിറ്റിയിൽ വേറെ ഏത് അടി പൊട്ടിയാൽ പോലും ഒരുത്തനും വേറൊരു വാർ സ്പെക്ക് ചെയ്യൂല. ഈ മെയിൻ ആയിട്ടുള്ള ആളുടെ ഞാൻ പേരെടുത്ത് പറയണില്ല, എല്ലാവർക്കും അറിയാതെ. ഞാൻ ഒറ്റ കാര്യം പറയാം, എത്ര കംപ്ലൈൻസ് വേറെ ഗ്യാങ്സ് പറയുന്ന ഓഡിയോ ബ്രോയ്ക്ക് ഞാൻ അയച്ചു തരട്ടെ. അതായത് TV വേഴ്സസ് ഇത് നടക്കുന്ന സമയത്ത് അറിയാതെ ഒരുത്തിനെ ഡ്രാഗ് ചെയ്തോ എന്ന് പറഞ്ഞ് അവനെ തിരിച്ച് അതിനകത്തോട്ട് സിറ്റുവേഷനിൽ ഇടാൻ പോലും അവിടെ ഒരു അഡ്മിൻ ഇല്ല. TVയുടെ മാത്രം സ്പെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ലൈക്ക് വ്യൂവർഷിപ്പ് അല്ലാതെ സെർവറാണ് കൺസേൺ എങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അതല്ലേ ബ്രോ? ഇത് ഞാനിത് കുറെ കാലമായിട്ട് കണ്ടിട്ടുണ്ട് ബ്രോ. റൂൾ ഉണ്ടാക്കുമ്പം എല്ലാവർക്കും വേണ്ടി റൂൾ ഉണ്ടാക്കുക, TVക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ആർക്കും ഞങ്ങൾക്ക് ഫേവറബിൾ ആയിട്ട് ഒരു റൂൾ വേണ്ട. എൻ്റെ FRP മാറ്റിത്തരാം, ഒരു വട്ടമെങ്കിലും എൻ്റെ FRP മാറ്റിത്താന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളുടെ സെർവറിൽ വന്നിട്ടുണ്ടോ? ഇട്ട ബാൻ എല്ലാം ഞാൻ അതേപോലെ അക്സെപ്റ്റ് ചെയ്ത് തീർത്തിട്ടാണ് ഞാൻ സെർവറിൽ കയറിയിട്ടുള്ളത്. ഞാൻ വന്നിട്ടില്ല.
പക്ഷേ ബ്രോ ഞാൻ ഇപ്പോഴും പറയാം, എല്ലാത്തിനും സ്പോട്ട് ആക്ഷൻ ഇന്ന് തന്നെ പ്രൂവ് ആയതാണ് എല്ലാവർക്കും. എല്ലാത്തിനും സ്പോട്ട് ആക്ഷൻ. നിങ്ങൾക്ക് എന്താ ഇതിന് 48 മണിക്കൂറൊന്നും ഇല്ലായിരുന്നു? എൻ്റെ എക്സ്പ്ലനേഷൻ എന്താ ചോദിക്കാൻ? FRPVCയിൽ എന്താ എന്നെ വിളിക്കാഞ്ഞേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് ബ്രോ ഞാൻ അതിന് തൊട്ട് മുമ്പ് എന്താ പറഞ്ഞതെന്ന് ബ്രോ കാര്യം കേട്ട്. ഈ സെർവർ നല്ലൊരു സെർവർ നശിപ്പിച്ച് കളയരുത്. നിങ്ങളായിട്ട് എന്തെങ്കിലും മാറ്റം വരുത്തി സ്റ്റേണായിട്ടൊരു റൂൾ ഇട്ടാൽ ഈ സെർവർ ഇനിയും മുന്നോട്ട് പോകുന്നത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ വേറെ ഒന്നുമല്ല ഞാൻ പറഞ്ഞു. ഞാൻ എന്നിട്ട് സിറ്റിക്കകത്ത് കയറി അവനോട് ട്രിഗർ ആക്കിയപ്പോഴാണ് ഞാൻ ട്രിഗറായിട്ട് ഈ ഉമ്പിയ സെർവറിൽ കളിക്കാൻ താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞത്. അതിന് സ്പോട്ട് ആക്ഷൻ. നിങ്ങൾ FRP നിങ്ങൾ എന്നെ എന്താ ഇങ്ങോട്ട് വിളിക്കാഞ്ഞേ? സംസാരിക്കാൻ വിളിക്കാഞ്ഞേ എന്താ? ഈ സാധനം തന്നെ പറയണേ സ്പോട്ട് ആക്ഷൻ. ഇത് ടിവിക്ക് മാത്രമേ ഉള്ളൂ. ഇത് ടിവിക്ക് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും ഇല്ല. നമ്മൾ ചോദിക്കുമ്പോൾ പറയും 5 ദിവസം 4 ദിവസം നമ്മൾ പെൻഡിങ് ഉണ്ട്, അതുണ്ട് ഇതുണ്ടെന്ന്. ഞാനൊരു കാര്യം കഴിഞ്ഞ ദിവസം സ്നൈപ്പ് VC വന്നിട്ടുണ്ടായിരുന്നു. സ്നൈപ്പ് പറഞ്ഞ് ഈഗിൾ ബ്രോയ്ക്കായിട്ട് സംസാരിക്കാൻ വരുമെന്ന് പറഞ്ഞ FRP. പക്ഷെ ബ്രോ വന്നായിരുന്നു. ഞാൻ ഇന്നലെ വന്നു ഉച്ച കഴിഞ്ഞിട്ട് ബ്രോ നിങ്ങളുടെ ഞാൻ വെയിറ്റിംഗ് വീസിൽ വന്നിട്ട് എന്നെ ഡ്രാഗ് ചെയ്തിട്ടു. എന്നിട്ട് പറഞ്ഞു ബ്രോ മെയിൻ അഡ്മിൻസ് ആരും ഇല്ല, വരാൻ ടൈം എടുക്കും, ഞാൻ വിളിക്കട്ടെ എന്ന് പറഞ്ഞ്. ഞാൻ എന്നിട്ട് അവിടെ ഇരുന്നല്ലോ ബ്രോ 10-15 മിനിറ്റ്. ഞാൻ സ്നൈപ്പിന് മെസ്സേജ് ചോദിച്ചു, സ്നൈപ്പിനടുത്ത് ചോദിച്ചു നോക്ക്, എന്നെ നിങ്ങളാരും അവൈലബിൾ അല്ലായിരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, ലൈക്ക് FRPVCയിൽ ഇവിടെ FRP വെയിറ്റിംഗ് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് നോട്ടിഫിക്കേഷൻ വരും. ഞാനും പ്രൈം എന്ന് പറഞ്ഞ ഒരാളുമാണ് FRP ഫുള്ള് നോക്കണേ. ഇതിനകത്ത് ചോദിക്കുക ആരാന്ന് നോട്ടിഫിക്കേഷൻ വരും. ഞാനും പ്രൈം എന്ന് പറഞ്ഞ ഒരാളുമാണ് FRP ഫുള്ള് നോക്കണേ. ഇതിനകത്ത് ഒരാൾ പോലും FRPVC വന്നിട്ട് ഒരു മണിക്കൂർ പോലും വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വന്നിട്ടില്ല. എന്നെ ഡ്രാഗ് ചെയ്തത് ആരാണെന്ന് നിങ്ങളുടെ അഡ്മിൻ പാനൽസിൽ ചോദിക്കുക ആരാന്ന്. അഡ്മിൻ പാനൽ ആരാണ് എന്നെ ഡ്രാഗ് ചെയ്തിട്ടെന്ന് ചോദിച്ചിട്ട് ബ്രോ അതിനെനിക്ക് പറ. ഞാൻ ആ ഒരു കാര്യം ഇന്ന് മാമനോട് ഞാൻ ഫുൾ ടൈം ഇന്ന് വൈകുന്നേരം തൊട്ട് ഇത് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രോ ഇത് എനിക്ക് മാത്രമുള്ള പരാതിയല്ല, ബൈസ്ഡ് ആയിട്ട് ഡിസിഷൻ എടുക്കുന്നു ബാക്കിയുള്ള മേളിലിരിക്കുന്ന എല്ലാവർക്കും. എനിക്ക് എന്നെക്കാളും ഇമ്പോർട്ടൻസ് ഉള്ളത് ഇവിടുത്തെ ഗ്യാങ് മെമ്പേഴ്സിന്റെ കാര്യമാണ്. അവരുടെ കാര്യം ഞാൻ ചോദിച്ചപ്പോഴും അവർ പറയണത് ഇത് തന്നെയാണ്. ബ്രോ 14-15 ഒരു സിംഗിൾ സിറ്റുവേഷനിൽ തന്നെ മൾട്ടിപ്പിൾ ബാനൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ട് തന്നെ ഇരിക്കുക. സിംഗിൾ സിറ്റുവേഷന് മൾട്ടിപ്പിൾ ബാൻ ആർക്കാണ് ബ്രോ ഇട്ടത്? ഞാനാണ് ഇട്ടത്. മറ്റേ ഈ ലൈക്ക് ഓക്സിക്കും ബാലിനൊക്കെ ഞാനാണ് ബാൻ ഇട്ടത്. അതിനകത്ത് എവിടെയാണ് മൾട്ടിപ്പിൾ ബാൻ? ബ്രോ ഇന്നലെ കഴിഞ്ഞ ആഴ്ച വരെയും അലിമിയൊക്കെ ലൈവ് പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ ഫ്ലോ RP ആണ്, അല്ല ഫ്ലോ RP അല്ല, ഇടപെടാം സംസാരിക്കാന്നൊക്കെ. പെട്ടെന്ന് ഇന്നലെ FRP ടീം പറഞ്ഞ് ഫ്ലോ RP ആണ്, നമ്മൾ ചീത്ത വിളിക്കുന്ന കണ്ടാൽ മാത്രമേ കിക്ക് ചെയ്യത്തുള്ളൂ, വേറെ ഒന്നിനും കിക്ക് ചെയ്യത്തില്ല, ബാക്കിയൊക്കെ FRP ആണ്. ബ്രോ ഇങ്ങനെയാണെങ്കിൽ ഒരു RP സെർവർ എങ്ങനെ മുമ്പോട്ട് പോകും ബ്രോ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഈ സിറ്റിയിൽ. സത്യം പറയാം, ഞാൻ വെറുതെ പറയണല്ല നിങ്ങളോട്. ഇവിടെ കളിക്കുന്ന ഓരോ പ്ലേയേഴ്സിനും അവരുടേതായിട്ടുള്ള ഫ്രസ്ട്രേഷൻ ഉണ്ട്. അതാരും മെയിനായിട്ട് വന്ന് പറയാത്ത ഒന്നാമത്തെ കാര്യം ബാക്ക് ടു സെർവർ വൈപ്പ്. ബ്രോ ഈ 650 കോടി 700 കോടി 3000 30,000 40,000 ഗ്രൈൻഡും സെർവർ വൈപ്പ് വന്നിട്ടില്ല. എവിടെയാണ് ബാക്ക് ടു സെർവർ വൈപ്പ് വന്നത് ബ്രോ എന്ന് പറഞ്ഞു? V2 വന്നിട്ട് എത്ര നാളായി ബ്രോ? ബ്രോ എന്തോ ആയിക്കോട്ടെ, എത്ര ഈ സെർവർ തുടങ്ങിയിട്ട് എത്ര വട്ടം വൈപ്പ് ചെയ്തിട്ടുണ്ട് ഈ സെർവർ? ഇപ്പൊ കൂടിയതായി അടുത്ത വീണ്ടും വൈപ്പ് വരാൻ പോണേ. ബ്രോ ഇത് രാത്രി കയറി ഇരുന്ന് ഗ്രൈൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഇതുണ്ടല്ലോ, ഇത് ചുമ്മാ കിട്ടൂലല്ലോ. നിങ്ങളൊരു ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഈ 30,000 40,000 ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മൾ 650 കോടി 750 കോടി 1000 കോടി 4000 കോടിയൊക്കെ കയ്യിലുള്ളവന്മാർ ഈ സിറ്റിയിലുണ്ട്. അപ്പൊ അവർക്കൊക്കെ എങ്ങനെയാണ് ഇത് വരുന്നത്? പിന്നെ അതുപോലെ ബ്രോ വേറൊരു കാര്യം ക്ലിയർ കട്ടായിട്ട് പറയാം. TV വരുന്നതിന് മുമ്പ് ഇവിടെ 200 പ്ലെയർ ബേസ് 150 പ്ലെയർ ബേസ് എന്നൊക്കെ പറയണത് വെറും തള്ള. നമുക്കറിയാം ഈ സെർവർ എങ്ങനെയാ തുടങ്ങിയത്, ഈ സെർവർ എന്തിനു വേണ്ടിയാ തുടങ്ങിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം. ആരാ തുടങ്ങിയത് എന്നുള്ളതൊക്കെ നമുക്കറിയാം. അപ്പൊ ആ അലീമി പുണ്ടച്ചിയോട് പറയണം അങ്ങനത്തെ മെസ്സൊന്നും ഇരുന്നു. ബ്രോ ലൈക്ക് ഞാൻ പറയണേ, ഇതുവരെ സെർവർ ഫസ്റ്റ് വൈപ്പാണ്. ബ്രോ ചോദിച്ചതിനുള്ള റീസൺ ആണ് ഞാൻ പറയുന്നത്. ഓക്കെ, സെർവറിന്റെ ഫസ്റ്റ് വൈപ്പാണ് ഇപ്പൊ വരാൻ പോണത്. ഇതുവരെ സെർവർ വൈപ്പ് ചെയ്തിട്ടില്ല, ബാക്ക് ടു വൈപ്പ് വന്നിട്ടില്ല. അങ്ങനെയാണ് ഇപ്പൊ വരാൻ പോണത്. ഇപ്പൊ നമ്മള് ഈ ലേറ്റസ്റ്റ് കുറച്ച് നാൾക്ക് മുമ്പല്ലേ നിങ്ങൾ സെർവർ മൊത്തം ഇതെല്ലാം മാറ്റി ലോഞ്ച് ചെയ്തിട്ടില്ല. ഞാൻ പറയുന്നത് ബ്രോയ്ക്ക് FRP ബേസ്ഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നു ഇവിടെ വന്ന് സംസാരിക്കായിരുന്നു. ഞാൻ പറഞ്ഞേ ഇപ്പൊ നേരത്തെ ഒരു കേസ് തന്നെ പറയാം ബ്രോ. ഇപ്പൊ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്താണെന്നുള്ള ഞാൻ പറയട്ടെ മാത്രം ഞാൻ ഇപ്പൊ ഇവിടെ വന്നത്. ഇത് ഒരു വട്ടമല്ല ബ്രോ, TVയിലെ മൾട്ടിപ്പിൾ പ്ലേയേഴ്സ് മൾട്ടിപ്പിൾ ടൈംസ് ഇവിടെ വന്ന് സംസാരിക്കും. ഓരോരുത്തരും ട്രീറ്റ് ചെയ്യുന്ന രീതി ഭയങ്കര ഡിഫറന്റാ.
ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ലൈക്ക് ബ്രോ ഇപ്പൊ നേരത്തെ പറഞ്ഞ കേസ് തന്നെ പറയാം, മൾട്ടിപ്പിൾ ബാൻ ഇട്ട കേസ്. അതിനകത്ത് ഓൾറെഡി സ്റ്റീവിന് ഓക്സിക്കൊക്കെ സിറ്റിക്കകത്ത് ഇട്ടെന്ന് വെച്ചാൽ സേഫ് സോൺ സമയത്തിൽ സിറ്റുവേഷൻ അടിച്ചു വന്നു. അത് രണ്ട് സൈഡിലും ബാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ രണ്ടാമത് ആ സെയിം സിറ്റുവേഷൻ എന്തിനാണ് അവർക്ക് ബാൻ ഇട്ടെന്ന് വെച്ചാൽ വൾഗർ ലാംഗ്വേജിനാണ് ബാൻ ഇട്ടേക്കണത്. റെസ്പോൺസിനകത്ത് ക്ലിയർ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അത് അവരെ വിളിച്ച് കാര്യം പറഞ്ഞ് ക്ലിയർ ആക്കി കൊടുത്തതുമാണ് ഞാൻ. ബാലനും അതേപോലെ തന്നെ ആൾക്കാർക്ക് ഓക്സിക്കൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഞാനാണ് ബാൻ ഇട്ട, ഞാനാണ് ക്ലിയർ ആക്കി കൊടുത്തത്. അത് അറിയാതെയാണ്, ലൈക്ക് ബ്രോ കൃത്യമായിട്ട് കാര്യം അറിയാതെയാണ് ബ്രോ ഇപ്പൊ അത് പറഞ്ഞത്. ഞാൻ ഈ സെർവർ ഞാൻ പറഞ്ഞത് ഈ സെർവർ ഇപ്പം ഉദ്ദേശം നിങ്ങൾ ഹീലിങ്സ് മാറ്റിയില്ലായിരുന്നോ? ഹീലിങ്സ് മാറ്റിയപ്പം എന്തോരം ബുദ്ധിമുട്ട് വന്നു ബ്രോ എല്ലാവർക്കും? ബ്രോ ലൈക്ക് മെക്കാനിസം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരണ്ട ബ്രോ. ഒരു സാധനം എപ്പോഴും ഒരേ സെയിം സാധനം എത്ര നാളെന്ന് പറഞ്ഞ് ചെയ്തോണ്ടിരിക്കും ബ്രോ. ഒരു മെക്കാനിസത്തിനകത്ത് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുമ്പോഴത്തേക്കല്ലേ. ബ്രോ ഞാനൊരു കാര്യം പറയട്ടെ ബ്രോ, നിങ്ങളെ പോലെ സംസാരിക്കുന്ന ഒരു 4 പേർക്ക് ഈ സെർവറിലുണ്ട്. ബാക്കി ഇതിനകത്ത് മെയിൻ അണ്ണന്മാരൊക്കെ എന്താ വരാൻ ഈ ലൈവിൽ സംസാരിക്കാൻ? ഇവിടെ ഉണ്ടെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. നിങ്ങൾക്ക് നിങ്ങൾ സംസാരിക്കുന്ന പോലെ അല്ല സംസാരിക്കുന്നത്. ബാക്കി അണ്ണന്മാർ, ഞാൻ വിളിച്ച അണ്ണന്മാര് ലൈവിൽ വന്ന് സംസാരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ എന്താണ് ഇവിടുത്തെ എക്സാക്ട് കാര്യം എന്ന്. മെയിൻ അണ്ണന്മാരെ വിളിക്കാവോ? ഞാൻ ലൈവിൽ ഇരുന്ന് സംസാരിക്കാൻ റെഡിയാ. അല്ല ബ്രോ, നിങ്ങൾ ഇത് സ്ഥിരമാണ് കേട്ടോ. നിങ്ങളുടെ കൂട്ടത്തിലെ 2 അപ്പാവികളെ പിടിച്ച് ലൈവിൽ സംസാരിക്കാൻ വിളിക്കുമ്പോൾ മാത്രം നിങ്ങൾ വന്ന് സംസാരിക്കും. ബാക്കി ഓഫ്ലൈൻ വന്നു കഴിഞ്ഞാൽ മെയിൻ അണ്ണന്മാരുടെ കൊണ കേൾക്കണം. അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ട് ബ്രോ. എനിവേ എനിക്കൊരു പ്രശ്നവും ഇല്ല ഈ സെർവറിൽ നിന്ന് പെർമനന്റ് ബാൻ കിട്ടിയതിൽ. പക്ഷേ ഇവർക്കൂടെ കേൾക്കണമല്ലോ അന്ന്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്ന് VC-യിൽ ഇരുന്നത്. അല്ലാതെ എനിക്കൊരു പ്രശ്നവും ഇല്ല സെർവറിൽ നിന്ന് പെർമനന്റ് ബാൻ. ഇല്ല കെവിനെ അവൻ ധൈര്യം ഉണ്ട് വരട്ടെ. അല്ലാതെ നമ്മൾ ഇനിയിപ്പോ പറഞ്ഞ് അവനിരുന്ന് ലൈവ് കാണുവാടാ കെവിനെ. അവൻ എല്ലാം കേൾക്കുന്നുണ്ട്. നീ പിന്നെ എന്തിനാ അവരോട് വിളിക്കാൻ പറയണേ? അല്ല, അവരോട് എന്തിനാ വിളിക്കാൻ പറയണം? അവനിരുന്ന് കേൾക്കുവാണ് ഇവിടെ. അവനിരുന്ന് കേട്ടോണ്ടിരിക്കുക. അവന് വരാൻ വൈകി വരെ അത്രയ്ക്ക് ധൈര്യമുള്ള അവന്. മനസ്സിലായി? അത് അവൻ ചെയ്തിട്ടുള്ള മിസ്റ്റേക്സ് അവൻ അറിയാം. അവൻ ആരുടെയൊക്കെ താങ്ങി കൊടുത്തിട്ടുണ്ടെന്ന് എനിക്കും അറിയാം. അതുകൊണ്ട് ബ്രോ എനിക്ക് ക്ലിയർ കട്ടായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. ഞാനിത് പറയുന്നതിന് ഈ ഊമ്പിയ സെർവർ എന്നൊരു ഒറ്റ വാക്ക് ഞാൻ പറഞ്ഞുള്ളൂ. അതിനു മുമ്പ് ഈ സെർവർ നന്നാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ അതിന് മുമ്പ് ഒരു സജഷൻ പറയുന്നുണ്ട്. അന്നേരം നിങ്ങളാരും കേട്ട് കാണത്തില്ല. ഈകള് ഊമ്പിയ സെർവർ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെയൊക്കെ ഗ്രൂപ്പിൽ മെസ്സേജ് വന്നിട്ടുണ്ടാവും. അന്നേരം ഈ ഒരു സെർവർ ഇങ്ങനെ ആക്കിയതിൽ നിന്റെയൊക്കെ കൂട്ടത്തിൽ ഇരിക്കുന്ന മെയിൻ ഈ പറയണ അലിമി എന്നൊക്കെ പറയുന്ന കുണ്ണയ്ക്ക് മേജർ റോളുണ്ട്. ഈ സെർവർ ഇങ്ങനെ ആയതിലും ഈ സെർവർ ഇങ്ങനെ ഊമ്പിപ്പോയതിലും. ഞാൻ പറയാതിരിക്കാൻ വയ്യ ബ്രോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ പറയാണ്, നിങ്ങൾ ഒന്നും കൂടി ഒന്ന് ബാക്ക്വേർഡ് അടിച്ച് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യം മനസ്സിലാവും. നമ്മളും ചോറൊക്കെ തന്നെയാണ് തിന്നണത്. അപ്പോൾ നമുക്കറിയാം എന്തുവാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അത് ഒരാളുടെ അഭിപ്രായം ആയിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. 10-25 പേരും 10-26 പേരും അല്ലെങ്കിൽ 2 ഗ്യാങ്ങിലും മൾട്ടിപ്പിൾ ഗ്യാങ്ങിലുള്ള ആൾക്കാരുടെ ഇത് ബ്രോയ്ക്ക് ഞാൻ POV അയച്ചു തരാൻ പറ്റും. എനിക്ക് അയച്ചു തരാൻ പറ്റും. ഈ സെർവർ ഇങ്ങനെ ആക്കിയത് ഇവനെ പോലത്തെ കുണ്ണുകളാണ്. പറയാതിരിക്കാൻ പറ്റത്തില്ല ബ്രോ. ട്രീറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും ഒരേപോലെ ട്രീറ്റ് ചെയ്യും. എനിക്കിവിടെ ഒരു കൺസിഡറേഷനും വേണ്ട. ഇവിടുന്ന് എൻ്റെ ബാൻ മാറ്റിത്ത ബ്രോ, എൻ്റെ ബാൻ മാറ്റിത്ത എനിക്ക് കയറണം എന്ന് പറഞ്ഞ് ഞാൻ തെണ്ടി ഇവിടെ ഒരു അഡ്മിൻസിൻ്റെ അടുത്ത് വന്നിട്ടില്ലെന്ന് ഞാൻ ഉറപ്പായിട്ട് പറയും. എനിക്ക് എത്ര ബാൻ തന്നിട്ടുണ്ടോ അത്രയും ബാൻ അത്രയും ദിവസം ഇതാക്കിയതിന് ശേഷം ഞാൻ ഈ സെർവറിൽ കയറിയിട്ടുള്ളൂ, ഈ സിറ്റി കയറിയിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് അന്തസ്സായിട്ട് പറയാം, ഞാനിവിടെ ഒരുത്തൻ്റെ അടുത്തും പോയി താങ്ങി കൊടുത്തിട്ട് ഈ സെർവറിൽ കളിച്ചിട്ടില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഒരേ റൂള് ഒരേ ഇതാക്കിയിട്ട് നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോക്കോ. എനിക്ക് എന്തായാലും കളിക്കാൻ താല്പര്യമില്ല. എൻ്റെ പെർമനന്റ് ബാൻ ആയിട്ടുള്ള ഒരു അവാർഡ് തന്നതിന് എൻ്റെ RP കരിയറിൽ ഒരു പൊൻതൂലായിട്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചേക്കാം. സ്വർഗ്ഗരാജ്യത്തിൽ നിന്ന് എനിക്കൊരു അവാർഡ് കിട്ടി എന്ന് പറഞ്ഞ് ഞാനത് സൂക്ഷിച്ചു വെച്ചിരിക്കാം. ആൻഡ് താങ്ക് യു സോ മച്ച്. ഈ സെർവർ മുടിഞ്ഞു പോട്ടെ. അവൻ്റെയൊക്കെ സെർവർ കള്ളന്മാര് കൂണ. ഗ്യാങ് വണ്ടി ഇവനോടൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ലടാ. ഇവനോടൊന്നും പറഞ്ഞത് ഗ്യാങ് വണ്ടി അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നീ ലാസ്റ്റ് എന്താ ഞാൻ എന്ത് പറയണം ജോക്കി? ഞാൻ ഇവനോടൊക്കെ എന്ത് പറയണം ജോക്കി? ലാസ്റ്റ് പറഞ്ഞത് പറയാൻ ഒരു പോയിന്റ് ഉണ്ടായിരുന്നേ. അവൻ ഈ ലൈവ് വരത്തില്ലായിരുന്നു. ആ VC-യിൽ ഇരുന്ന് സംസാരിച്ചപ്പം പാവപ്പെട്ടവനാണ് പറഞ്ഞു വിട്ടത്. അത് സ്ഥിരമാടവാ. അതായത് പാവം പിടിച്ച രീതിയിൽ നമ്മുടെ അടുത്ത് ഫേവറബിൾ ആയിട്ട് സംസാരിക്കുന്ന 2 പേരെ പറഞ്ഞു വിടും. എന്നിട്ട് ഇവന്മാര് ബാക്ക് എൻഡിൽ ഇരുന്ന് ലൈവ് കാണും. വശങ്ങളിൽ നിന്നിട്ടൊക്കെ സ്ക്രീൻ ഷെയർ സ്ക്രീൻ ഷെയർ കാണുവാണ് ഇവന്മാര് സ്ക്രീൻ ഷെയർ കാണുവാണ്. ശരിയായ താങ്ങികളാണ് ഇവന്മാര് സ്ക്രീൻ ഷെയർ കാണുവാ.
അമ്മമാരുടെയൊക്കെ ഓരോ ദിവസം ഓരോ റൂളും കൊണ്ട് വന്നിരിക്കുന്നു. ഇതിൽ കൂടുതൽ എന്തായാലും പറ്റൂല ഗൈസ്. ഇതിൽ കൂടുതൽ എന്തായാലും പറ്റൂല. ഞാൻ ഇവനെയൊക്കെ നോട്ടം ഇട്ട് വെച്ചിരുന്നാണ്. നിങ്ങൾ അവന്റെ പുച്ഛം കേൾക്കണമായിരുന്നു. ഈ അലീമിയുടെ പുച്ഛം. അങ്ങനെ ഗ്യാങ്ങുണ്ടോ? ടി.വി വരുന്നതിന് മുമ്പ് നമുക്കിവിടെ പ്ലേയേഴ്സ് ഉണ്ട്. ടി വി വരുന്നതിന് മുമ്പ് നമുക്ക് പ്ലെയർ ബേസ് ഉണ്ടായിരുന്നു കേട്ടാ. അലീമി വേണ്ട, വെറുതെ ഞാൻ വിട്ട് കളയാണ് കേട്ടാ. പോട്ടെ. അളിയാ പറയടാ. ഒരു കിടുക്ക് സെർവർ ഉണ്ട്. എടാ പുണ്ടച്ചി, നീ പണ്ടൊരു സെർവർ തുടങ്ങിയതാണ് ഇതല്ല. സത്യം അതായിരുന്നു ഏറ്റവും. ഇനിയിപ്പോ എന്നെ ഊട്ടിപ്പോയി, പക്ഷെ ഞാൻ താക്കോല് കണ്ടുപിടിച്ചിട്ടോട്ട് പൊടിയൊക്കെ തട്ടിട്ട് ആ കീ ഒന്ന് തുറന്നു തന്നാ നാളെ വരും. എനിക്ക് പീസ്ഫുൾ ആയിട്ട് ഇരുന്നിട്ട് ഒരു ഇതില്ലെന്ന്. കടി എന്റെ കടി ജീവിതത്തിൽ ഇപ്പൊ സന്തോഷമായിട്ടൊക്കെ നിക്കുവല്ലടാ വാക്കോക്കും. കുറച്ച് വിഷമൊക്കെ വേണ്ട അളിയാ. ഞാന് എത്ര നാൾ ഇങ്ങനെ ചില്ലടി ജീവിക്കുന്നേ? അതെ അളിയാ, കുറച്ച് പ്രഷറൊക്കെ ഇട്. ഒരു ത്രില്ലില്ല, ജീവിക്കാൻ ഒരു ത്രില്ലില്ല. അതല്ല ഇവര് പണ്ടത്തെ പോലെ KV ഒക്കെ സപ്പോർട്ട് ചെയ്യും. അതല്ല അഡ്മിൻസ് സിറ്റുവേഷനിൽ ഇടപെടില്ലാന്നല്ലേ പറഞ്ഞത്. അതെ. ഇത് നോക്കിക്കോ, ഇത് റോസ്ലി എന്ന് പറയുന്ന ഒരു കൊച്ചാട്ടാ. ഇതായിട്ട് നമ്മളൊരു സിറ്റുവേഷൻ ആയി വസോണ്ണ. ഇത് നോക്കിക്കോട്ടെ. ഇതുവരെ റൂൾ ഇല്ലായിരുന്നടാ. എന്നത്തേടാ കുറച്ചാള് മുമ്പ് നമ്മള് ചോദിച്ചു ഈ കൊച്ചിന്റെ പ്രീമിയം എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. 60 വണ്ടി ഈ കൊച്ചിന്റെ കയ്യിലുണ്ട്. 60 ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇവളുടെ കയ്യിലല്ലേ ടിവിയുടെ സ്നൈപ്പറൊക്കെ സ്പോൺ ചെയ്ത് കൊടുത്ത വേറെ എന്തൊക്കെയോ സാധനം പുള്ളിക്കാരുടെ കയ്യിലുണ്ട്. ഇതൊക്കെ സിറ്റിയിൽ ഇല്ലാത്തതൊക്കെ. കാണിച്ചത് പോയടാ. അല്ല, വോയിസ് ചേഞ്ചർ ഇട്ട് ഇറങ്ങിയാ മതിയായിരുന്നു. ബാബുശേട്ട് അതൊരു വേറെ സാധനം കൂടി ഉണ്ട്. ബാബുശേട്ടനൊരു ബോണസ് കിട്ടി. അതാണ് അത് നോക്കിയപ്പോ രണ്ടും കോയ. അതാണ് ബാബുശേട്ട് നോക്കിയിരുന്നത്. വ്യത്യാസമൊന്നുമില്ല. ഇപ്പൊ 2 കോയാണ്. എന്താ ബാബുശേട്ട് 2 കോയ. ഇതൊന്നും പറഞ്ഞ വിശ്വസിച്ചില്ലടാ. ഞാൻ ആവശ്യമായിട്ട് പറഞ്ഞല്ലേ ഈ കാര്യം. നീ എന്റെ അടുത്ത് പറഞ്ഞ ഈ കേസ്. എടാ ഇപ്പോഴത്തെ ലൈവ് നീ ഒന്നെടുത്ത് നോക്കിയത്. ചന്ദ്രൻ കാണിക്കൂ. സ്നൈപ്പ് ഇപ്പൊ ഒരു സാധനം കളിച്ചു. ഇപ്പൊ നടന്നൊരു സാധനം കളിച്ചാട്ടാ. ഇവന്മാര് പറഞ്ഞു, ഞാനും വിശ്വസിച്ചില്ല. എന്താടാ ഇപ്പൊ ഒരു ഞാൻ വെറുതെ ആണോ ഇത്രയും ട്രിഗർ ആയത്? ഞാൻ 5-6 ദിവസമായിട്ട് ഇവന്മാര് ഓരോരുത്തന്മാര് ഇൻബോക്സിൽ വന്നിങ്ങനെ മെസ്സേജ് അയച്ചോണ്ടിരിക്കും. നമ്മുടെ മെമ്പേഴ്സ് ഓരോരുത്തന്മാര്. ഇന്നത്തെ സിറ്റുവേഷൻ അല്ല ബേക്കടി, കുറച്ച് ബേക്കടി. നമ്മളെ മുട്ട സീൻ നടക്കുന്നത് സ്പെക്ക് ചെയ്യുന്നു. നോക്കട്ടെ, ദൈവത്തിന് പ്രണയിക്കാം. ഈ അഡ്മിൻസ് ഇറങ്ങത്തില്ല കേട്ടോ സിറ്റുവേഷനിൽ. ഒരു കോൾ വന്ന് തെറിച്ച് ബാക്കിലോട്ട് പോയട്ടാ. കോൾ എടുത്തില്ല. അയ്യോ വാവച്ചി പണങ്ങി. തിരിച്ചു വിളിക്കുന്നു, എടുത്തില്ല. അപ്പൊ അടുത്തെന്തായിരിക്കും? അന്ന് എന്നെ മറ്റേ എന്റെ ലൈവിലൊക്കെ മറ്റേ അത് കാണിച്ചു കൊടുക്കണ്ട. ഇവന്മാർ എന്റെ അടുത്ത് 2 ദിവസം ഈ കേസ് ഒന്ന് പറഞ്ഞേട്ടാ. ഇങ്ങനെയാണ് അതൊക്കെ ആര് വിളിക്കണം. പേരിട്ട് പെമ്പിള്ളേര് വിളിക്കണം. കോമഡി സാധനം. ഇത് നോക്കിക്കോ. ഞാൻ നാളെ മുതൽ
ഈ പെണ്ണായിട്ട് സിറ്റുവേഷൻ ആട്ടോ വാസോണ്ണ, ഇവള് ഭയങ്കര ഇത് നോക്കിക്കോ. ഇത് അഡ്മിനാണ് വാസോണ്ണ, ഇതൊരു അഡ്മിനാണ്, ഇതൊരു അഡ്മിനാ, ഇത് അലീമി. ഇത് പക്ഷെ ക്യാരക്ടറായിട്ട് കളിക്കുമല്ലോ. ഞാൻ പറയട്ടെ, ഞാനേ ഈ പെൺകൊച്ചിന്റെ അടുത്ത് കളിയാക്കി സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു സിറ്റിയില്. എനിക്ക് TX അഡ്മിന്ന് വേണ്ടടാ കുട്ടാന്ന്. വാസോണ്ണ ഇപ്പൊ ഇത് നോക്കിക്കോ, ഇപ്പൊ ഇത് ക്യാരക്ടർ ഇപ്പൊ മാറും നോക്കിക്കോ. ഒരു ബട്ടന്റെ വ്യത്യാസമുള്ളൂ വലിയ തിരിച്ചും കയറ്റാൻ എനിക്കറിയാം. വാസോണ്ണ ഇപ്പൊ ഈ പെണ്ണ് മായിന്റെ ഓട്ടാ നോക്കിക്കോ, നോക്കിക്കോട്ടെ ഇതിപ്പോ പോകും. ഇപ്പൊ നോക്കിക്കോട്ടെ, ഇപ്പൊ ഒരു കോമഡി സീൻ ഉണ്ട്. നമ്മ അഡ്മിൻസ് ചോദിക്കുമ്പോ അഡ്മിൻസ് പറയാം F8 അടിച്ചു പോയിന്ന്, തള്ളു പറയാൻ നോക്കിക്കോ. നമ്മളപ്പോ നോക്കുമ്പോ അവള് സിറ്റിയിലുണ്ട് നോക്കിക്കോട്ടെ. ഇപ്പൊ നോക്കി അവള് സിറ്റിയിലുണ്ട്, അതിന്റെ ഇതുണ്ട് നോക്കിക്കോ, അവള് സിറ്റിയിലുണ്ട്. നോക്കിക്കോ റോസിലി സിറ്റിയിലുണ്ട് നോക്കിക്കോട്ടെ. ഇതൊക്കെയല്ലേ ട്രാഗ് ചെയ്തേ എടാ ഇവൻ ഏറ്റവും വലിയ ഗുണയാണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മളിത് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. സത്യം പറഞ്ഞ ഇതെല്ലാവർക്കും അറിയാമായിരുന്നു. ഇത്രയും ദിവസം വേണ്ട വേണ്ട മിണ്ടാതിരുന്നാണ്, ഇന്ന് ഇത് ട്രിഗറായി, എല്ലാവരും അറിഞ്ഞു, അത്രേ ഉള്ളൂ. ഇത് കഴിഞ്ഞ ഇത്രയും ദിവസമായിട്ട് നിങ്ങളുടെ ഓരോരുത്തന്മാരും എനിക്ക് ഇൻബോക്സിൽ വന്ന് അയച്ചതിന് ഞാൻ കണ്ടോണ്ടിരിക്കുക. എനിക്കിതിന് എന്ത് പറയണമെന്ന് അറിയത്തില്ല. എനിക്ക് അവളോട് സംസാരിക്കാനും അറിഞ്ഞുകൂടാ. എനിക്ക് ആരും സംസാരിക്കാൻ പരിചയമുള്ളവരും ഇല്ല, പരിചയമുള്ളവർ എനിക്കില്ല. എനിക്കതുകൊണ്ട് വയ്യ. ഇതിൽ കൂടുതൽ ഇങ്ങനെ എങ്ങനെ കളിക്കും? ഇവിടെ കളിക്കാൻ പറ്റൂല അളിയോ. ഇങ്ങനെ എത്ര നാൾ നമ്മളിങ്ങനെ കളിക്കും? 15 ദിവസം 20 ദിവസം ബാൻ. എന്നിട്ട് അവന്മാർക്ക് ബാൻ ഇടാൻ പോയി അവരിൽ നിന്ന് ഇതാക്കണം. അലീമിക്ക് ബാനോ? അലീമിക്ക് എന്തിനു ബാൻ? ഇതിനെന്തോ 3 ദിവസം കൊണ്ട് ബാങ്ക് കൊടുത്തിട്ടുണ്ട്. ഇതിനാണെന്ന് തോന്നുന്നു റോസിൽ എന്തോ ടിക്കറ്റ് വലിച്ച് അവര് തമ്മിൽ എന്തോ അടിയായിട്ട് ടിക്കറ്റ് വലിച്ചു. പിണക്കമല്ല, 2 ദിവസം കഴിയുമ്പോൾ മാറൂടാ. സൗന്ദര്യ പിണക്കൊക്കെ അങ്ങനെ മാറിക്കോട്ടെ. അതല്ല വേറെ കോമഡി എന്താണെന്നറിയോ, ഇവന്മാര് ബാൻ ഇട്ടില്ല. ഇന്നലെ R34 ഒരുത്തനെ എന്തോ ഇവന്മാര് ചോദിച്ചത് ബോഡി ഷെയിം ചെയ്ത്. അപ്പൊ അത് സംസാരിച്ചപ്പോ ഉറപ്പായിട്ടും പെർമനന്റ് കൊടുത്തിരിക്കുന്നതാണ് സംസാരിച്ചത്. അവൻ നാളെ തൊട്ട് കളിക്കത്തില്ല. R34 മെമ്പേഴ്സ് അറിയാം, നാളെ അവൻ സിറ്റി വരത്തില്ല. കാണട്ടെ എന്റെ RP 4 വർഷത്തെ RP കരിയറിൽ ഒരു പൊന്തൂവൽ സിറ്റി ആദ്യത്തെ പെർമനന്റ് ബാൻ. നടത്തിക്കൊണ്ടുപോയി സർവർ മുടിഞ്ഞു പോണേ. അയ്യോ എന്റെ ആളിയാ, എന്ത് പറയാനാണെന്ന് പറയണ. ബ്രോ അങ്ങനെയല്ല, നമ്മൾ എവിടെ പോയാലും വരണം അങ്ങനെയല്ല പറയുന്ന ബ്രോ. ഇത് കളിക്കാൻ ഒരു ബേസിക് കാര്യമുണ്ട്. ഇപ്പൊ കുറെ കൊച്ചുകുണ്ടകൾക്ക് PC മേടിച്ചു കൊടുത്തിട്ടുണ്ട്. നേരെ വന്ന് വെടിവെക്കാൻ മാത്രമേ ഉള്ളൂ. ഒരാളുടെ അടുത്ത് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ റൂൾസ് കറക്റ്റ് ആയിരിക്കണം. അത് മാത്രം മതി, വേറൊന്നും വേണ്ട. കൺഗ്രാറ്റുലേഷൻസ്. പിന്നല്ല, അത്രേ ഉള്ളൂ. അതാണ് ഇനി വേലു ഈ സിറ്റിയില് നമ്മൾ ഒരാളെ ഹോസ്റ്റ് എടുത്താൽ ആളപ്പ എഫ് അടിച്ചു പോകും. നീ ഇത് ഇവരോടൊന്നും പറയണ്ട, ഇവർക്കറിയാം. ഗൈസ് ലൈവ് കാണുന്ന നിങ്ങളുടെ അടുത്ത് ഞങ്ങൾ ഇനി ബോധിപ്പിക്കണം ഓരോന്ന്. ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കുക, നിങ്ങൾക്ക് ഓരോന്നിന്റെ POV കാണണം. ഇത്രയും ദിവസമായിട്ട് നിങ്ങൾ ലൈവ് കാണുന്നവരല്ലേ? ഞാൻ അത്ര ചോദിക്കുന്നുള്ളൂ നിങ്ങളുടെ അടുത്ത് ഞാൻ ചോദിക്കുന്നത് ഇതാണ്. നിങ്ങൾക്ക് ഈ F8 അടിച്ച് പോകുന്നതിന്റെ ഒക്കെ POV കാണണമെങ്കിൽ കാണിക്കാം. എന്റെ ലാസ്റ്റ് 2 RP ലൈവ് എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാം. വെറുതെ വരുന്ന വന്ന് വണ്ടി ഇടിച്ചിട്ട് പോവാ, ചീത്ത വിളിച്ചിട്ട് പോവാ, F8 അടിക്കുക. ഇന്ന് ഈ ചിച്ചു വരാൻ ഹോസ്റ്റ് ആക്കിയില്ലേ, അതിലൊരു 1 മണിക്കൂർ മുന്നേ വേറെ ഒരുത്തനെ നമ്മൾ ഗൺ പോയിന്റ് ആക്കിയായിരുന്നേ. നോക്കിയോ, ഞാൻ PO എന്ന് കാണിച്ചു തരാം. ഇന്ന് ഈ റെക്കോർഡിന്റെ ടൈം കുറച്ചേരം മുമ്പ് ആ ചിച്ചുവിനെ ഹോസ്റ്റിനെ തൊട്ടും നടന്നേണേ. നോക്കിയോ,
അവനപ്പോ നമ്മൾ കൺപോയിന്റ് ചെയ്യും. ഇവനാണോ മറ്റേ ഒന്ന് കൊണ അടിച്ചത്? അവൻ വെറുതെ നിന്ന് ടൈപ്പ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഫേറ്റ് കിട്ടുന്ന ടൈപ്പ് ചെയ്യാൻ. അത് എറണാകുളമാണ് കേട്ടോ. ബില്ലിംഗ് എത്തിപ്പോയി. ഡൂഡ് വെച്ചിട്ടാണ് മറ്റേ തലയിൽ ഇതൊക്കെ ഇട്ടിരുന്നു. ഡൂഡ് വെച്ചൊന്നുമല്ല. ഇവനാണ് ഗ്യാങ് ഹൗസിൽ കോൺ അടിച്ചത്. ഇവനല്ലേ ഇതേപോലെ എത്രയോ പേര് നമ്മുടെ കുറെ വീടുകളുണ്ട് ഇങ്ങനെ എഫ്ഐ അടിച്ച് പോകുന്ന കുറെ ആൾക്കാരുടെ. ഡ്രൈവർ എഴുതിട്ട് മറ്റേ പോവില്ലേ? അതാണ് കണ്ണ് മാത്രം. എന്റെ പൊന്നു ബ്രോ ഇപ്പൊ പറയാൻ അവൻ കത്തിപ്പോയതാണെന്ന് നമ്മള് വിശ്വസിച്ചേ പറ്റൂടാ. നമ്മള് വിശ്വസിച്ചേ പറ്റൂ. അതിനുശേഷം അഡ്മിനെ വിളിച്ചു വരുത്തിയപ്പോൾ അഡ്മിന് ചോദിച്ചു, അഡ്മിൻ എടുത്ത് പറഞ്ഞു എഫ്ഐ അടിച്ച് എവൻ ടിക്കറ്റ് വിളിച്ചു വന്നു. ആഹാ, സത്യസന്ധമായ അഡ്മിൻ. ഇതായിരുന്നു എനിക്ക് വേണ്ടത്. കക്കാശി അലിമിയ കിണ്ടി ഫ്രം പാവങ്ങളുള്ള കാര്യം എന്റെ സെർവറിലാണോ? എന്റെ സെർവറിലാണോ? പെർമനന്റ്ലി ബാൻഡ്, നോ ഷിറ്റ് അലോഡ് ഇടുന്നു. ഇതിപ്പോ പെർമനന്റ് ബാൻ അടിച്ച ആള് വന്ന പോലും ഇല്ല സർവറിൽ സംസാരിക്കാൻ. അവർക്ക് ആർക്കും അറിഞ്ഞൂടാ. താഴെ മറ്റു പുള്ളിക്കാരൻ വരും, നീ ഒന്ന് സംസാരിക്കണോ? അയ്യോ ഞാനെങ്ങനെ, അല്ല നീ പോയേ പറ്റൂ, ഞാൻ അവിടെ മുകളിൽ സ്ക്രീൻ ഷെയർ കാണാം. അതാണ് സംഭവം. നമ്മൾ ചോദിച്ചു ഈ ഒരു 14 ബാൻ ഇപ്പൊ നമുക്ക് സ്പോട്ട് ആക്ഷൻ കിട്ടിയായിരുന്നു, അത് സ്പോട്ട് ആക്ഷൻ എന്ന് വെച്ചാൽ മാറ്റിയെന്ന് പറഞ്ഞ്. ഇപ്പൊ ബ്രോ ഈ പെർമനന്റ് ബാൻ സ്പോട്ട് ആക്ഷൻ അല്ലേന്ന് ചോദിച്ചു. അത് ആരാ ഇട്ടേന്ന് ചോദിച്ചു. അപ്പൊ മറുപടി ഇല്ല, അറിയത്തില്ലെന്നാണ്. ആരാ വേണ്ടെന്ന് അറിയത്തില്ല. സെയിം സർവറിനെ പറ്റി കുറ്റം പറഞ്ഞ R34 മെമ്പേഴ്സ് അല്ലേ ഇപ്പൊ കളിക്കണത്? എല്ലാരും ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞത് R34 നമ്മ TV ആടാ, വ്യത്യാസം കൊണ്ടാടാ. അത് ശരിയാണല്ലോ. ആടാ അതോ R34 TV വരുന്നതിന് മുമ്പ് ഇവിടെ പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷേ ഈഗിൾ ഗെയിമിങ്ങിന്റെ എനിക്ക് റൈഡ് വേണം. എടാ ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ അടുത്ത ഏറ്റവും ബിഗ്ഗസ്റ്റ് ഫിയർ എന്താണെന്നറിയോ? എനിക്ക് എന്തായാലും പെർമനന്റ് ബാൻ കിട്ടി. ബാബു ഇപ്പൊ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടും നമുക്ക് ഇവിടെ തന്നെ കളിക്കാന്ന്. എന്നിട്ട് ഇവൻ ലീഡർ ആവും. ഒരു സംശയമില്ല കേട്ടാ. എന്നെ മെയിൻ ഗ്രൂപ്പിൽ നിന്ന് കളഞ്ഞ, എന്നെ ടിവിയുടെ ഗ്രൂപ്പിൽ നിന്ന് കളഞ്ഞ. അണ്ണാ മറ്റേ സൊറയാത്തിന്റെ മറ്റേ ജനറൽ ചാറ്റ് ഇട്ട് നോക്കണം. ജനറൽ ചാറ്റ് നോക്ക്. കൊട്ടയ്ക്ക് പെർമനന്റ് കിട്ടി, ഇനി സർവർ രക്ഷപ്പെടുന്നു. ഒരുത്തിട്ട് ഏതൊരു ഗുണ അവന്റെ ആകെ ഫ്രണ്ട് കൊല്ലം ഇതെന്തോ ഇതേതോ ഇതാണ്. ജനറൽ ചാറ്റ് ജനറൽ ചാറ്റ് എവിടെ? ഗ്രൂപ്പിന്റെ പേര് റീനെയിം ആയിട്ട് TB എന്നാക്കി. ഇനി സെർവർ രക്ഷപ്പെടും. ഒരു മിനിറ്റ്. ഓക്കേടാ ഗുണ്ടച്ചി നക്കി വരല്ലേ, നക്കി വരല്ലേ മോനെ. അവന് ബാങ്ക് കിട്ടിയിരിക്കുകയാണ്. എന്തോ വലിയ ഇത് TV ലോഡിങ് എന്ന്. അയ്യോ എന്റെ ബാരാക്കി ടൈപ്പ് ചെയ്യാൻ പറ്റുന്നില്ലേ? നക്കി വരല്ലേ മോനെ, അത്രേ പറയുള്ളൂ. നക്കി വരല്ലേ. അമ്മ ജനറൽ ചാറ്റ് ഇപ്പൊ കത്തും കേട്ടോ. എന്തിനാ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കണേ എന്റെ അമ്പോ? നീ മറ്റേ തെറി വിളിക്കുന്ന ഒരു ഫേസ്ബുക്കിൽ മറ്റേ ഗ്രൂപ്പിലുണ്ടോ? മറ്റേ ഗ്രൂപ്പ് ഉണ്ടായിരുന്നല്ലോ പണ്ട്. സ്റ്റാലിനൊക്കെ ഇട്ടു കേട്ടാ. പഞ്ചവർണ്ണ പൈങ്കിളിത്തത്തെ എന്റെ ഒരു ലോങ് മെസ്സേജ്. എന്റെ ഒരു ലോങ് മെസ്സേജ്. ഇതൊക്കെ ആരാ? ഞാൻ ആരാ കേട്ടാ? ഏതോ പീഡിയിലുള്ള ആരൊക്കെ ഇടുന്നു? ഉണ്ണിയൊക്കെ ഇടുന്ന ഉണ്ണി വേണ്ട ഉണ്ണിയൊക്കെ ഇട്ടണ. SRBD YDS ഉണ്ണി പിന്നല്ല
ജനറൽ ചാറ്റ് ഓഫ് ചെയ്താ ഇവിടെ ലൈവിലുണ്ട് എല്ലാരും, മെയിൻ അഡ്മിൻസ് എല്ലാരും ഉണ്ട്. ഹായ് ഗൈസ്, എല്ലാവർക്കും മുടിഞ്ഞു പോത്തേ ഉള്ളൂ, ഒരു സംശയമില്ല. ഇത് നീകന്റെ ശാപമാണ് ഈകളെ, ഹോമം വേണം. ഡോണി സത്യം അവ കാലെടുത്ത് കുത്തിയത് സെർവർ പോയി. ഒരു സ്ലോട്ടിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യണം. എനിക്ക് സ്ലോട്ടല്ല ആർക്കും വേണ്ടെന്ന്. ലീഡർ തന്നെ ആദ്യം തന്നെ ലീഡറിനെ കളയാന്ന്. അവനെന്തോ വലിയ ഹോമമാണ് ചെയ്തത് ഇന്നലെ. ആദ്യം തന്നെ എന്നെ കണ്ടു കളഞ്ഞു. മെസ്സേജ് ആയിരുന്നു. പോടാ 4 കുത്ത് 3 കുത്ത്. അത് കൂടുതൽ കുത്തിട്ട് അവനെ കൊണ്ടു. അയ്യോ ഓടാ എടാ വില്ലിക്ക് തിരിച്ചിട്ടില്ല. ഓടാ കുട്ടച്ചിന്ന് പറഞ്ഞു. ഞാൻ തിരിച്ച് ടൈപ്പ് ചെയ്യുമായിരുന്നു. വില്ലിയുടെ മെസ്സേജ് ഓടാ മുറി വരെ. ADR, ശത്രു, അമ്പാൻ, ഗോജോ, ഡാർവിൻ, ഓർഡിനറി, കൊറേ പേരുണ്ട്. പറ്റാതെ പോയത് വട്ടിത്താഴ ഇടരുന്ന് ഇങ്ങനെ ഇരുന്ന് റിയാക്ഷൻ ഇടണം നോക്ക്. എന്ത് രസം കാണാം. ശത്രു നമ്മുടെ പയ്യൻ. അയ്യോ അത് നമ്മുടെ പിള്ളേരേട്ടാ, ഞാൻ അതല്ല. അയ്യോ മേളിലായിരുന്നു. അയ്യോ അല്ലല്ല, ഇത് മാറിപ്പോയേട്ടാ. അത് നമ്മുടെ പിള്ളേരായിരുന്നു. അത് നമ്മുടെ പിള്ളേരായിരുന്നു. സോറി മക്കളെ, ഞാൻ മെസ്സേജ് അതൊക്കെ നമ്മുടെ പയ്യന്മാരായിരുന്നു. സോറിടാ. പറ. ഈ സർവർ മറ്റേ വൈപ്പ് വന്നില്ല, മറ്റേ ഓശം വരാണ്ട്. അല്ല അതിന് റീസൺ എന്താന്നറിയോ? അഡ്മിൻസ് ഫോൺ ആക്കി കൊടുത്തു പൈസ. അതിലും ഓഫ് ചെയ്തടാ. അഡ്മിൻസ് ഫോൺ ആക്കി കൊടുത്തതാ. നമ്മുടെ പയ്യനാണ് കേട്ടോ. അവന്റെ പേരെന്തോന്നറിയോ? ശത്രു. പയ്യൻ താഴെ ഇരിപ്പുണ്ട്. അണ്ണന്റെ മിത്രമാണെന്ന്. അവർക്ക് ശത്രുവാണ്, നമുക്ക് മിത്രം. നല്ലൊരു ദിവസം. ബാലൊന്ന് ലൈവിട്ട് പറഞ്ഞപ്പോഴേ തോന്നി എല്ലാം കൂടെ തീരുമാനമാവും. അല്ല ഞാൻ കാര്യം പറയട്ടാ, നിനക്കൊക്കെ അല്ല ഇന്നിത് നടന്നില്ലായിരുന്നു. നിനക്കൊക്കെ 50 ദിവസം എന്തോ ബാനല്ലായിരുന്നു. 42 ദിവസം കറക്റ്റ് എണ്ണി 42 ദിവസം ഇട്ട് കൊടുത്തു. അതാ ഞാൻ പറഞ്ഞത്. മഹാപരാധമായിരുന്നു. ഞാൻ അവസാനത്തെ ദിവസം എന്ന് പറഞ്ഞത് ഇപ്പൊ ടിവിയുടെ അവസാനമായി. നാളെ ഇന്നാണ് എന്റെ അവസാനം. കത്തിക്കുന്നു. ലൈവ് തുടങ്ങിയപ്പോ തന്നെ ആയിരുന്നു കത്തിക്കുന്നൊക്കെ പറഞ്ഞ് കേറിയാണ്. അവസാനം കത്തിയേറ്റ അവിടെ നിന്ന്. കത്തി എല്ലാം കൂടി ആദ്യം കത്തി വാസം ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കുമെന്ന് ഉറപ്പായിരുന്നു. നമ്മുടെ 2 സെക്യൂരിറ്റി ഉണ്ട്, അവര് അറിഞ്ഞോ? അത് അമാരാണ് ഉത്തരവാദിത്തം കാണിച്ച് പുതിയ പയ്യന്മാരെയും വെച്ച് അവര് അമാരെ തീരുമാനമായി. ഇപ്പൊ ചെന്ന് അടിച്ചു കൊല്ലും ആരെങ്കിലും ഒക്കെ. അയ്യോ ഒരു മിനിറ്റ്, ഞാൻ മമ്മിയെ വിളിച്ച് പറയട്ടെ. നാളെ അരി വേവല്ലോ എന്റെ വീട്ടില്. പറഞ്ഞേക്കട്ടെ, ഞാൻ അതങ്ങ് പറഞ്ഞേക്കട്ടെ. എന്റെ വീട്ടിലങ്ങ് പറഞ്ഞേക്കട്ടെ. എന്റെ വീട്ടിൽ നാളെ അരി വേവൂലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോഴും കിക്ക് കിട്ടാത്തവരുണ്ടെങ്കിൽ അതിൽ തിരിച്ച് തെറി വിളിച്ചവന്മാർക്ക് കിക്ക് ഉണ്ടാ നോക്കിയാണ്. പറിച്ചില്ലടാ സുനി. അല്ലടാ നമുക്ക് ആദ്യം കിട്ടിയിട്ടേ പിന്നെ പോകത്തുള്ളേ. നമ്മുടെ കൂടെ VC ഇരിക്കാറുണ്ട്. ഞാൻ കാര്യം പറയാം. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. ബാക്കി അമ്മമാർ എന്തോ വെച്ചാൽ ചെയ്തോട്ടെ. നമ്മൾക്ക് വേറെ സെർവർ കളിക്കാം. ആദ്യം തൊട്ട് ഫോർമേഷൻ ഒന്നുമില്ല. ഗ്യാങ് ആയിട്ട് ഒറ്റ ദിവസം മാറാൻ പറ്റിയ സെർവർ ഏതാണെന്ന് വെച്ചാൽ നോക്ക്. നമുക്ക് നാളെ തൊട്ട് തന്നെ കളിച്ചു തുടങ്ങാം. വലിയ ഗ്യാപ്പ് ഇതൊന്നും എടുക്കുന്നില്ല. ഞാൻ എന്തായാലും RP ഗ്യാപ്പ് എടുക്കുന്നില്ല. നമുക്ക് നല്ലൊരു സെർവർ നോക്കി കളിച്ചു. നമുക്ക് സെർവർ കളിച്ചു നോക്കിയിട്ട് ഗ്യാപ്പ് ഒന്നും ഇല്ല. TVക്ക് ഒരു ഗ്യാപ്പും ഇല്ല. ഒരു സെർവർ ഇന്ന് രാത്രി സെറ്റായാൽ നാളെ തൊട്ട് RP കളിച്ചു തുടങ്ങും. അവിടെ കുറച്ച് ദിവസത്തേക്ക് ഡീഡോസോ എന്തണ്ടി വേണം വെച്ച് കളിക്കാം. കുറച്ച് ദിവസത്തേക്ക് അവിടെ തന്നെ കളിക്കാം. നാളെ തൊട്ട് ഗ്യാപ്പ് ഒന്നും ഇല്ല. ഒരു RPയിൽ ഒരു ഗ്യാപ്പും ഇല്ല. TVക്ക് ഒരു ഗ്യാപ്പും ഇല്ല. ഏത് സെർവർ എന്ന് റെഡി ആവുന്നോ അന്ന് തന്നെ. നാളെ എങ്കിൽ നാളെ, മറ്റന്നാളെങ്കിൽ മറ്റന്നാൾ തൊട്ട് RP കളിച്ചു തുടങ്ങുന്നു. അല്ലാതെ TV ഗ്യാപ്പ് റെസ്റ്റ് ഒരു പരിപാടി ഇല്ല. അത് ഇപ്പോഴേ പറയാണ്.
ഒരു പരിപാടി ഇല്ല. അതിന് ഫോർമേഷനും ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഗ്യാങ് ആയിട്ട് അടുത്ത് കയറുന്നു, RP വിളിച്ചു തുടങ്ങുന്നു. അത്രേ ഉള്ളൂ. വരാൻ പറ്റുന്നവന്മാരൊക്കെ വരട്ടെ, അല്ലാതെ ബാക്കി ബുദ്ധിമുട്ടി വരുന്നവന്മാരൊന്നും വരണ്ട. എനിക്ക് കാണണം ആരൊക്കെയാ വരണേന്ന് അങ്ങോട്ട്. ഇനി അത് സംസാരിച്ചു നിങ്ങൾ നിങ്ങളുടെ കാര്യം ഡിസ്മാനിലൊക്കെ ഇട്ട് TV ഡിസ്മാനിലാക്കിയല്ലേ? ഓ ശരി. താങ്ക് യു. ഓ ബ്രോ പേടി. ഞങ്ങൾക്ക് ഗ്യാങ് ചാറ്റിൽ ഇന്നൊരു മെസ്സേജ് 5M ഒരു IP, ഒരു ഡിസ്കോഡ് സെർവർ കഴിഞ്ഞ്. അത്രയും മതി, നമുക്കത് ചെയ്യാം. റോക്ക് സ്റ്റാർ ഗെയിംസിന്റെ ഓണർഷിപ്പ് സ്വർഗരാജ്യത്തിന്റെ ഇത് വെച്ച് ഇടാതെ ആ ഇടുന്ന അഡ്മിൻ ഒന്ന് ഇടുവോ? എടാ ഇനി ഇത് സംസാരിച്ചോണ്ടിരിക്കണ്ട, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക്. എനിക്കെന്തിനാ അയക്കണേ മൈരത്? ആർക്കാ അല്ല കിണ്ടി എന്താ അയച്ചു ചേട്ടാ? കിണ്ടി പിടിണ്ടാ അയച്ച അവനാണ്. ഓ താങ്ക് യു നന്ദിയുണ്ട്. ഒന്ന് ഡിസ്കോഡ് DM ഒന്ന് നോക്കൂ. ഒരു സാധനം ലൈവ് കാണിക്കാൻ പറ്റുന്നതാണോ സാധനം? കാണിച്ചിട്ട് ഏതായാലും തള്ളക്കുള്ള കാണീര് സ്ക്രീൻ ഷെയർ ചെയ്യണ്ട. നല്ല വായിച്ചു നോക്കണേ ഒന്ന്. പറയണ്ടെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. ഓക്കെ കാണിച്ചു കൊടുക്കാം. ഗൈസ് എല്ലാരും കണ്ടോ? സ്ക്രീൻ ഇവിടെ ഉള്ളവർക്ക് അറിയാം. ഇവിടെ കുറച്ചു പേരുടെ അടുത്ത് ഞാൻ പറഞ്ഞത് ഇതെന്താന്ന് നീ ഒന്ന് എക്സ്പ്ലെയിനോട് അതാ ചാറ്റ് വായിച്ചു നോക്കാം. കൊച്ചൂട്ടൻ FTW. ഈ റാമ്പ് സീൻ ഉണ്ടോ? ഇല്ല. ഇതേതാ വണ്ടി? ടൈറ്റൻ തന്നെ. ഓക്കെ. ആ ഡേറ്റ് ഉണ്ടോ? ഡേറ്റ് 2/12/2024. നമ്മുടെ വണ്ടി നിങ്ങളുടെ വണ്ടി സെർവറിൽ നിന്ന് റിജക്ട് ചെയ്ത ദിവസം. നമ്മളെ വണ്ടി റിജക്ട് ചെയ്ത ദിവസം അവരെ വണ്ടി ഇത് അക്സെപ്റ്റ് ചെയ്ത്. മനസ്സിലായി? അത് നോക്കണം അണ്ണ. അത് റാമ്പല്ല അണ്ണ, നോക്കണ്ട. അത് റാമ്പല്ല. എനിക്ക് ആ കൊച്ചുകൂതി അവനെ കിട്ടണമെന്നാണ് കുടാച്ചി മോനെ. അവന്റെ അണ്ടോരെ വണ്ടിയിൽ ഒത്തെടുത്ത് വെക്കാക്ക്. നമ്മളെ വണ്ടിയിൽ വെച്ചാൽ അവന്റെ വണ്ടി നമ്മളെ വണ്ടിയിൽ റാമ്പാ അതൊന്നും പറ്റില്ല. നോക്ക് അത് റാമ്പല്ല. അത് കൂതി. ഇതൊന്നും സർവറുകാരെ അറിയുന്നില്ല കേട്ടോ. ഇതൊന്നും ബ്രോ ചെയ്യുന്നതൊന്നും അറിയുന്നില്ല അവിടെ ഉള്ളവര്. നോക്കണേ ബ്രോ, വല്ലതൊക്കെ കൊണ്ടുപോയി കാണും. നാളെ കേരളത്തിലെ മൾട്ടിപ്പിൾ സെർവേഴ്സില് ഹൈനെയിം മൈനെയിം ഗാർബേജ് സ്പോട്ട് ഇപ്പൊ കിടപ്പുണ്ട് നമ്മളെ വണ്ടി. ഇപ്പൊ റെയ്ഡ് കിട്ടിയില്ല, ഹൈന് കിട്ടി. ഇല്ല, നിങ്ങളുടെ ടീഷർട്ടും ഹുഡി ഇതൊക്കെ സാമ്പിൾ സെർവറിലെത്തിന്നാണ് ഞാൻ അറിഞ്ഞത്. ഫോട്ടോ എടുത്തെല്ലാം കൊണ്ടുപോയി കോപ്പി അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെയാണ് നമ്മളെ ഗ്യാങ് ഡ്രസ്. അണ്ണാ അതിന്റെ അകത്ത് ഞാനുണ്ടെണ്ണ. ഞാനുണ്ട്. സെർവറിൽ ഓരോ സെർവറിലും എനിക്ക് ഓരോ പേരാ. ചില ഗ്യാങ്ങില്, അതായത് TV എന്ന് പറഞ്ഞ് സാമ്പി കളിക്കുന്ന ആ ക്യാരക്ടറിന്റെ പേര് തന്നെ കൊട്ടവാസം വന്നിട്ടേക്കുന്നവൻ. എന്തൊക്കെ തരമാണെന്നറിയാം. സാമ്പിള് ഇങ്ങനെ ഡിഫറെന്റ് കളികളാണ്. എന്തായാലും ഇവിടെ ഇവന്റെ ഒക്കെ ഗുണം എല്ലാവർക്കും അറിയാം. ഇതൊന്നും ഇനി എക്സ്പോസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവർക്കും അറിയാം. എല്ലാവരും മിണ്ടാതിരുന്ന് നമ്മൾ കളിക്കുന്ന സെർവർ അല്ലേ എന്ന് വിചാരിച്ചിരുന്നതാണ് ഇത്രയും നാള്. എല്ലാവർക്കും ഇതൊക്കെ അറിയാം. ഇതിന് വെറുതെ എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. ഗൈസ് നിങ്ങളെല്ലാം വിട്ടോ. നിങ്ങൾ ഇത് വിട്ടോ. നിങ്ങൾ എന്താ വെച്ചാൽ നോക്ക്. നല്ലൊരു സെർവർ കണ്ടുപിടിടാ. നമുക്ക് കുറച്ച് ദിവസം തൽക്കാലമെങ്കിലും കളിക്കാനുള്ള ഒരു സെർവർ കണ്ടുപിടി. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം അവിടെ. എന്നിട്ട് നമുക്ക് ലൈവ് കഴിഞ്ഞിട്ട് വേണം. അണ്ണാ ലൈവ് എൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു റൈഡ്, ഒരു പയ്യൻ ഒരു പാവം പിടിച്ചൊരു പയ്യൻ റൈഡ് കൊടുക്കും. അല്ല, ഞാൻ PUBG സ്ട്രീം ചെയ്യടാ. നീ എനിക്ക് വാട്സാപ്പിൽ അയച്ചിട്ടിരുന്നാ മതി. അല്ല അലിമി FTW അവന് 34 എല്ലാവരുടെയും ചന്തി കഴിയുള്ള വെള്ളം കൊടുക്കാൻ ഞാൻ അവന്. ഒന്ന് കൊടുത്തേ. ഗൈസ് ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട്. മേ ബി ഇത് കുറെ ആൾക്കാർക്ക് ചിലപ്പം വേണ്ടാന്ന് തോന്നും. ചില ആൾക്കാർക്ക് ചിലപ്പോൾ മേ ബി ഇത് ഇഷ്ടപ്പെടാനുള്ള ഇത് ആഗ്രഹിച്ച ആൾക്കാരുണ്ടാവും. ഇന്ന് ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഈ ലൈവ് എൻഡ് ചെയ്തതിന് ശേഷം ഞാനിത് വന്ന് അനൗൺസ് ചെയ്താൽ പറയും സ്വർഗരാജ്യത്തിൽ നിന്ന് ഇറങ്ങിയോണ്ടാണ് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തതെന്നൊക്കെ ചിലപ്പം ഓരോ പുണ്ടച്ചികൾ പറഞ്ഞുണ്ടാക്കി കളയും. അതുകൊണ്ട് പറയാണ്, വന്നവനും പോയവനും ഒക്കെ മറ്റേ മിത്രം എന്ന് പറഞ്ഞ് നിന്നവന്മാരൊക്കെ ശത്രുക്കളായ സ്ഥിതിക്ക്
ഇത്രയും നാളെ ശത്രുവായിട്ട് നിന്ന KV ആയിട്ടുള്ള എല്ലാ ഇഷ്യൂ ഞങ്ങൾ പറഞ്ഞ് സോൾവ് ചെയ്തു. അതായത് എനിക്കൊരു ന്യൂ ഇയർ റെസൊല്യൂഷൻ ആയിട്ട് തോന്നിയതാണ്. സരക്കിനോടും എന്നോടും എല്ലാം വന്ന് സംസാരിച്ചു. ബ്രാവോയോടും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞ് സംസാരിച്ചു. കാരണം അത് കുറേ വലുതായിട്ട് വിയേർഡായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. പേഴ്സണൽ റിവെഞ്ചിലൊക്കെ എത്തി ഭയങ്കര ശോകമായിട്ട് ഇതായി തുടങ്ങി. സോ ദർ വിൽ ബി എ TVA x KVA ഉടനെ ഉണ്ടാവും. ലൈക്ക് അത് അങ്ങനെ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാനാണ് ഇനി താല്പര്യം. ഇനി വെറുതെ അടി ഉണ്ടാക്കാനുള്ള താല്പര്യം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല. ഇന്നിത് ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ്. അങ്ങനെ ഒരു ഗ്യാങ് നശിച്ചു പോകുന്ന കാണാൻ എന്തായാലും വയ്യ. അത്രയും ഒരു പവർഫുൾ ഗ്യാങ് ആയിരുന്നു. എന്തൊക്കെ പറഞ്ഞാൽ ഒപ്പോണൻ്റ് ആയിട്ട് നിന്നൊരു ഗ്യാങ്ങിൽ ഒരു സ്ട്രോങ്ങസ്റ്റ് ഗ്യാങ് ആയിരുന്നു. അതുകൊണ്ട് അത് ഞങ്ങൾ ഈഗോ ഒക്കെ മറന്ന് എല്ലാവരും ഈഗോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറന്ന് അതങ്ങ് സോൾവ് ചെയ്യാൻ പോണു. അത് അങ്ങനെ അങ്ങ് പോട്ടെ. ആ ഒരു ഗ്യാങ്ങിന് ഡൗൺ ടൈം വന്നപ്പോൾ ഇട്ടിട്ട് പോയവന്മാരെ പിടിച്ച് ഞാൻ കൂടെ നിർത്താതെ ആ ഗ്യാങ്ങിനെ ഞങ്ങൾ കൂടെ നിർത്താൻ പോവാണ്. ലൈക്ക് അത് ഞങ്ങൾ നല്ലത് അവരാണേലും നമ്മളെ കൂടെ നിർത്തണം. ഞങ്ങൾ നിർത്തണം അങ്ങനത്തെ ഒരു ഇത് പറയല്ല. സോ ബ്രാവോ ആയിട്ടും അവരുമായിട്ടുള്ള ഇഷ്യൂ എല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞ് സംസാരിച്ചു. ആൻഡ് മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിലൊരു വലിയ അത് ബ്രാവോ ആയിട്ട് വരുമ്പോൾ ഞാൻ പറയാം. നെക്സ്റ്റ് ലൈവിൽ KVA മെമ്പേഴ്സ് നമ്മളിവിടെ ലൈവിലുണ്ടാവും. ആൻഡ് അവരെ ഞാൻ എൻ്റെ ലൈവിലൊന്ന് കൊണ്ടുവരും. പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാനൊന്ന് പറയും. അത് കാരണം അത് ഇനിയും അത് വേഴ്സ്റ്റായി പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. കാരണം എൻ്റെ മനസ്സിൽ പോലും ഒരു സമയം ഞാൻ പറഞ്ഞു, എനിക്ക് പേഴ്സണലി എന്നെ ഹേർട്ട് ചെയ്ത് ബാധിച്ച കുറേ ആൾക്കാർ അവിടെ ഉണ്ട്. അവരെയൊന്നും ഞാൻ ഒരു കാര്യങ്ങൾക്ക് വിളിക്കത്തില്ല എന്ന് പറഞ്ഞായിരുന്നു. അത് ഇങ്ങനെ മനസ്സിൽ കിടന്ന് വളർന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ആൻഡ് അതിൻ്റെ ഇടയ്ക്ക് കുറേ ആൾക്കാർ സംസാരിക്കാം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്രാവോയോടും മാലിക്കിനോടും ഒക്കെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ബാക്കി ഇന്ന് ഞാൻ സംസാരിക്കാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അതുകൊണ്ട് അത് സംസാരിച്ച് ഇങ്ങനെ ഇത് ഞാൻ എൻഡ് ചെയ്തിട്ട് നാളെയാണ് പറയുന്നതെങ്കിൽ ചിലപ്പം ഈ പറയണത് പോലെ ഇവിടെ സ്വർഗരാജ്യത്തിൽ നിന്ന് ഇറങ്ങിയോണ്ടാണ്, അല്ലെങ്കിൽ അതായോണ്ടാണ് ഇതായോണ്ടാണ് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത് എന്നൊക്കെ ഓരോ പുണ്ടച്ചുകൾ പറഞ്ഞുകൊണ്ട് വരും. അതുകൊണ്ട് ഇന്നത്തെ ലൈവിൽ തന്നെ അങ്ങ് പറയാമെന്ന് വിചാരിച്ചു. ബാക്കിയൊക്കെ അവരുടെ സൈഡിൽ നിന്ന് ഇനി എൻ്റെ സൈഡിൽ നിന്ന് വെറുതെ അനാവശ്യമായിട്ടുള്ള സിറ്റുവേഷൻസ് ട്രിഗറും കാര്യങ്ങളൊന്നും അങ്ങോട്ട് പോകത്തില്ലെന്നുള്ളൊരു ഉറപ്പ് ഞാൻ ഇത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കിയേക്കാം, സംസാരിക്കാം. നാളെ വന്ന് സംസാരിക്കാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ വെച്ച് സംസാരിക്കും. അത് നല്ലൊരു വർഷം, നല്ലൊരു തുടക്കമാവട്ടെ. ഈ സെർവറിൽ നിന്ന് ഇറങ്ങിയത് ഒരു മോശം കാര്യമായിട്ട് നിങ്ങൾ കൂട്ടരുത്. 2025 TVയിലെ ഏറ്റവും നല്ല ഡിസിഷനാണ് ഈ സെർവറിൽ നിന്ന് ലീവ് ചെയ്തതെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇത് നിങ്ങൾക്കൊരു വേഴ്സ്റ്റ് ഡിസിഷനായിട്ട് നിങ്ങൾ എടുക്കരുത്. ഇതാണ് ദ ബെസ്റ്റ് ഡിസിഷൻ. ഞാൻ സത്യം പറയാം, ഇതാണ് ദ ബെസ്റ്റ് ഡിസിഷൻ. ആൻഡ് ആ ഒരു ഗ്യാങ്ങിൽ നിന്ന് ഇപ്പോൾ കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിയൊക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ ഇതും കൂടെ ലൈക്ക് വൺ ഓഫ് ദ OG ഗ്യാങ്, നമ്മൾ പണ്ട് തൊട്ടേ അടിയും പിടിയും ചീത്തവിളിയും തന്തയ്ക്കുവിളിയും തള്ളക്കുവിളിയും എല്ലാം വിളിച്ച് ഇരുന്നുകൊണ്ടിരുന്ന ആ ഒരു ഗ്യാങ്ങിനെ നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ പോകുന്നു. ഇനിയും ഉണ്ടാവും അടിയും. പക്ഷേ ഇനി ഇത് അങ്ങോട്ട് OCയിലോട്ട് പോകാത്തുള്ള രീതിയിൽ നോക്കണം. അതെനിക്ക് ഞാൻ അവരോടാണേലും അത് പറയണ ഒരു കാര്യമാണ്. നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അത് കീപ്പ് ചെയ്ത് കളിക്കാനുള്ളൊരു പ്ലാനാണ് മെയിനായിട്ട്. അത് ഇനി ഉണ്ടാവാൻ പാടില്ല എന്നുള്ളൊരു കാര്യം ഞങ്ങൾ TVയുടെ മെയിൻ അഡ്മിൻസ് ആണെങ്കിലും ഇപ്പോൾ KVയുടെ അഡ്മിൻസ് ആണെങ്കിലും അവർ തമ്മിൽ സംസാരിച്ച് ഇതാക്കിക്കോളാം. ബാക്കി പ്ലേയേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നതൊക്കെ നമ്മൾ നോക്കിക്കോളാം. ആൻഡ് ദിസ് വിൽ ബാങ്. ആൻഡ് ബാക്കിയൊക്കെ അടുത്ത ദിവസം നമുക്ക് അവരെ വിളിച്ച് സെറ്റാക്കും ഗൈസ്. 2025 ഞാൻ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കണമെന്ന് ഓൾറെഡി വിചാരിച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ ബ്രാവോയ്ക്ക് ഞാനൊരു കുറച്ച് നാൾ മുമ്പേ, അതായത് വർഷങ്ങൾ മുമ്പേ മെസ്സേജ് അയച്ചായിരുന്നു. പക്ഷെ ബ്രാവോ എന്നെ ബ്ലോക്ക് ആക്കിയതുകൊണ്ട് അവർ കാണാൻ പറ്റിയില്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ കാര്യങ്ങളൊക്കെ സംസാരിച്ച് എല്ലാം ഓക്കെ ആക്കി ആയിട്ടുണ്ട്. പിന്നെ പറയണമെന്ന് പറഞ്ഞാൽ ഗൈസ് അവിടെ അവിടെയും എല്ലാവർക്കും ഒരു ബൂസ്റ്റ് ആവും, ഇവിടെ എല്ലാവർക്കും ഒരു ബൂസ്റ്റ് കിട്ടും എന്നുള്ള രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ അത് മുമ്പോട്ട് കൊണ്ടുപോകാം. അപ്പൊ ലെറ്റ്സ് ഗോ. ദിസ് വിൽ ബി ദ ബെസ്റ്റ് ഡിസിഷൻ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ഇപ്പോഴും പറയാണ്. നമുക്ക് ഡൗൺ ടൈമിൽ എല്ലാവരുടെയും അല്ലെങ്കിൽ ഈ പറയണത് പോലെ ആ ഗ്യാങ് കംപ്ലീറ്റ്ലി ഇപ്പോൾ ഒന്ന് ഡിസ്മാൻഡിൽ ആയിട്ടില്ല. എല്ലാവരും ഒന്ന് സ്റ്റോപ്പാക്കി നിർത്തിയേക്കോ. എല്ലാവരും തിരിച്ചു കൊണ്ടുവരാം, എല്ലാവരും ഇതാക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് പറയണമെന്നുണ്ടായിരുന്നു, അത് പറയാം. ബാക്കി സെർവറും കാര്യങ്ങളൊക്കെ ഉടനെ ഗൈസ് ഒരു ഗ്യാപ്പും ഉണ്ടാവില്ല. സീരിയസ് ആയിട്ട് പറയാം, ഞാൻ 2 ദിവസം കൂടുമ്പോഴേക്കും RPയിലൊക്കെ കയറുന്നത് നിങ്ങൾക്ക് അറിയാവത്. 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ RP തന്നെ ലൈവ് വരും, ഒരു സംശയമില്ല. എങ്ങും കിട്ടിയില്ല ഗ്രാൻഡ് RP ലൈവ് എങ്കിലും ഞാൻ വരും, ഒരു സംശയമില്ല. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് RP ഓഡിയൻസിന് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഞാൻ ഇന്ന് PUBG ലൈവ് ഇടാൻ വേണ്ടി വന്നതാണ്. അപ്പം RP ഓഡിയൻസിന് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇത്രയേ ഉള്ളൂ ഡിസിഷൻ, എനിക്ക് ഇത്രേ പറയാനുള്ളൂ.
എനിക്കിത് പറയണമായിരുന്നു. ഹാർഡ്കോറായിട്ട് എനിക്കിത് പറയണമെന്ന് ഭയങ്കര ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്. അതെന്തായാലും അങ്ങ് നടന്ന്. എടാ ഇവിടെ ചലഞ്ചിന്റെ അതൊക്കെ പോയോടാ? ബ്രൗസർ സോഴ്സ് ചലഞ്ചിന്റെ പോയടാ. ചലഞ്ചിന്റെ പോയേട്ടാടാ കേടാക്സേ. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ജോയിനിങ്. അത്രേ ഉള്ളൂ. ഡബ്ല്യു ഡിസിഷൻ ഒരുപാട് ആഗ്രഹിച്ച ഡിസിഷൻ ആണ്. V1 TVX KVA ഫ്രം ദ സ്റ്റാർട്ടിംഗ്. താങ്ക് യു സോ മച്ച് ഈഗിൾ ഫോർ ദ ഡബ്ല്യു ഡിസിഷൻ. Albi Sabu ബ്രോ താങ്ക് യു സോ മച്ച്. W Eagle ബ്രോ ബേബ് ഗോഡ്ല ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ 100. അതൊന്നും അല്ല ഞാൻ ആലോചിക്കുന്നത്. നമ്മൾ അടുത്ത സെർവറിൽ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞ് കളിയാക്കാൻ വരുന്ന കുറച്ച് ഈ ഇടയ്ക്ക് നിന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന പുണ്ടച്ചിലുണ്ടല്ലോ. അവന്മാർ ഈ ലൈവ് വഴിയാൻ നോക്കിയിരിക്കുമായിരുന്നു ഇതിന്റെ അടിയിൽ കമന്റ് ഇടാൻ KVയുടെ പേരിൽ. അവന്മാർ ഇനി എന്ത് ചെയ്യുമെന്നാണ് ആലോചിക്കുന്നത്. ഈ ലൈവ് അപ്ലോഡ് ആകുമ്പോഴേ അവരിനി എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അയ്യോ. അപ്പൊ നമുക്ക് തിരിച്ചു വന്ന് ചലഞ്ച് വന്ന് ദ ബെസ്റ്റ് ഡിസിഷൻ എവർ. അത്രേ ഉള്ളൂ, പിന്നല്ല.